നമസ്കാരം, എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് യൂണിഫോം തസ്തികകളിലെ ഗ്ലാമറസ് പോസ്റ്റായ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനെ കുറിച്ചാണ്. നമ്മുടെ എക്സാം വളരെ അടുത്ത് കഴിഞ്ഞു. അതിനായിട്ട് നിങ്ങൾക്ക് എൻട്രി തരുന്ന ഒരു ഗിഫ്റ്റാണ് നമ്മുടെ ക്ലാസ്. അതായത് പരമാവധി നമുക്ക് എന്ത് ചെയ്യണം, മാർക്ക് കിട്ടണം. ഒറ്റ വീഡിയോയിലൂടെ മാക്സിമം കിട്ടിയാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് SIയിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ. അതിൽ പ്രധാനമായിട്ടും മാറി വന്ന 3 നിയമങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. BNSഉം BNSSഉം BSAയും എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? BNSഉം BNSSഉം BSAയും എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകും. അതിനു മുമ്പ് ഇത് ഏതിലെ ക്വസ്റ്റ്യൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ടെൻഷൻ ഇല്ലാതെ ആ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് നേരിടാം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഏതിലെ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വായിച്ചാൽ നമുക്ക് കണ്ടന്റ് കിട്ടിയാൽ മതി, പ്രത്യേകിച്ച് BNSSലേക്ക്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. IPC ഇന്ത്യൻ പീനൽ കോഡ് അല്ലെ, പഴയ നിയമമായ 1860 ഉണ്ടായിരുന്ന ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി വന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത 2023. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെ, ക്രിമിനൽ നടപടിക്രമം എന്ന നിയമത്തിന് പകരം CRPCക്ക് പകരം നിലവിൽ വന്ന നിയമമാണ് BNSS അല്ലെങ്കിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായി വന്ന നിയമമാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം. മാറി വന്ന 3 നിയമങ്ങൾ: ഇന്ത്യൻ പീനൽ കോഡ് IPC, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്. 3 നിയമങ്ങൾ. ഇതിന് പകരമായിട്ട് വന്നത് IPCക്ക് പകരം BNSഉം CRPCക്ക് പകരം BNSSഉം ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയവും. അങ്ങനെ 3 നിയമങ്ങളാണ് പുതുതായിട്ട് നിലവിൽ വന്നത്. നമ്മുടെ SIയുടെ സിലബസിലെ 45 മാർക്ക് അല്ലെ, സ്പെഷ്യൽ ടോപ്പിക്കിലെ 45 മാർക്ക്. അതിൽ BNSS BSA, അതുപോലെ തന്നെ RT ആക്ട് ഉണ്ട്, IT ആക്ട് ഉണ്ട്. കൂടാതെ കോൺസ്റ്റിറ്റ്യൂഷനും സൈബറും സൈക്കോളജിയും ഉൾപ്പെടുന്നതാണ് നമ്മുടെ 45 മാർക്ക്. പിന്നെ GK പോർഷനാണ് അല്ലെ, മാത്സ് ഇംഗ്ലീഷ് മലയാളം ഉൾപ്പെടെ GK പോർഷനാണ്. ആരും ഭയപ്പെടേണ്ട, നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് ക്വസ്റ്റ്യൻ? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 പ്രകാരം സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പകരം സമൻസ് കൈപ്പറ്റാവുന്നത് ആർക്കാണ്? അപ്പോൾ ഇത് സമൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സമൻസ് ആവുമ്പോൾ ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു? BNSSുമായിട്ട് ബന്ധപ്പെട്ട്, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതിലാദ്യം നമുക്ക് നോക്കാം BNSSനെ കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചോളൂ. BNSS. അപ്പോൾ BNSSനെ കുറിച്ച് പഠിക്കുമ്പോൾ CRPCയുടെ, ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? CRPCയുടെ പിൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് BNSS. ഓക്കെ, എത്ര വകുപ്പുകളുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം 531 വകുപ്പുകൾ. എൻ്റെ കൂടെ ചേർന്ന് പറയൂ 531 വകുപ്പുകൾ. എത്ര ചാപ്റ്റർ അല്ലെങ്കിൽ അധ്യായങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 39 അധ്യായങ്ങൾ. എത്ര പട്ടിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പട്ടിക അല്ലെങ്കിൽ 2 ഷെഡ്യൂൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 ഷെഡ്യൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ ഷെഡ്യൂളിന്റെ പ്രാധാന്യം എന്ന് നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം എന്താണ് ബെയിലബിൾ ഒഫൻസ്, എന്താണ് നോൺ ബെയിലബിൾ ഒഫൻസ്, എന്താണ് കോഗ്നൈസബിൾ ഒഫൻസ്, എന്താണ് നോൺ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ അതൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. അതല്ലേ നല്ലത്? ഓക്കെ, നമ്മുടെ ഡെഫിനിഷൻസ് എന്നൊരു പോർഷൻ ഉണ്ട്, ഡെഫിനിഷൻസ്. ആ ഡെഫിനിഷൻസിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് 2 clause C എന്നാൽ എന്ത്? 2 clause C എന്നാൽ ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസിനെ പറ്റിയാണ്. ജാമ്യം ലഭിക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ്. അപ്പോൾ അതിൽ ആദ്യം നോക്കാനുള്ളത്, നമ്മൾ പറയും ബെയിലബിൾ എന്ന് ചോദിച്ചാൽ ജാമ്യം ലഭിക്കാവുന്നതും നോൺ ബെയിലബിൾ എന്ന് ചോദിച്ചാൽ ജാമ്യം ലഭിക്കാത്തതുമാണ് പറയുന്നത്. ആണല്ലോ? ആണ്. അപ്പോൾ നമ്മളിവിടെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് പട്ടിക 1. നിങ്ങൾ BNSSലെ ബെയർ ആക്ട് ബുക്ക് എടുക്കുമ്പോൾ അതിനകത്ത് ഷെഡ്യൂൾ 1 ഉണ്ടാവും, ഷെഡ്യൂൾ 2 ഉണ്ടാവും. ഈ ഷെഡ്യൂൾ 1-നകത്ത് ഒരു ബോക്സ്, ഒരു ടേബിൾ ഉണ്ടാവും. നിങ്ങൾ നോക്കണം, ആ ടേബിളിനകത്ത് BNSൽ പറയുന്ന ഓരോ സെക്ഷനും എണ്ണം ബൈ എണ്ണമായിട്ട് അല്ലെ, നമ്പർ ബൈ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ 303, 304, 305 അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. 100, 101, 102 അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ നേർക്ക് അതെന്താണ് കുറ്റം? 100 ഉദാഹരണം 100 എടുത്താൽ കൾപ്പബിൾ ഹോമിസൈഡ് അല്ലെങ്കിൽ എന്താണ് കുറ്റകരമായ നരഹത്യ. അതിൻ്റെ നേർക്ക് അതിൻ്റെ ശിക്ഷയുണ്ടാവും. അതിൻ്റെ അടുത്ത് അത് ബെയിലബിൾ ഓർ നോൺ ബെയിലബിൾ എന്നൊരു ബോക്സ് ഉണ്ടാവും. അതിൻ്റെ അടുത്ത് അത് കോഗ്നൈസബിൾ ഓർ നോൺ കോഗ്നൈസബിൾ എന്നൊരു ബോക്സ് ഉണ്ടാവും. അതിൻ്റെ അടുത്ത് ഏത് കോടതിയാണ് നോക്കേണ്ടതുണ്ടാവും. ഇതെല്ലാം ഇന്ത്യ മുഴുവനുള്ള എല്ലാ കോടതിയും
എല്ലാ പോലീസുകാരും എല്ലാ വക്കീലന്മാർക്കും ഇത് നോക്കിയിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൽ ബെയിലബിൾ എന്ന് എഴുതിയാൽ മാത്രമേ ബെയിലബിൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ ജാമ്യം കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൊഗ്നൈസബിൾ എന്ന് എഴുതിയാൽ മാത്രമേ അത് കൊഗ്നൈസബിൾ കുറ്റമാവുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പട്ടിക 1 പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങൾ പട്ടിക 1 ആദ്യം വ്യക്തമായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും എന്താണ്, ജാമ്യം ലഭിക്കുമോ ലഭിക്കണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പട്ടിക 1 എന്ന് ചോദിച്ചാൽ ശരിയെന്ന് എഴുതണം. പട്ടിക 1 നോക്കണം നിങ്ങൾ. ഓക്കെ, പട്ടിക 2 എന്നു ചോദിച്ചാൽ എന്താണ് പട്ടിക 2? ഫോമുകളെ കുറിച്ച് പറയുന്നതാണ്. ഫോംസ് എന്താണ്? ഫോംസ് എന്ന് ചോദിച്ചാൽ സമൻസിനൊരു കോപ്പി ഉണ്ടാവും, ഒരു മോഡൽ. വാറണ്ടിന് ഒരു മോഡൽ ഉണ്ടാവും. ഇതിൻ്റെ എല്ലാം ഓരോ തരത്തിലുള്ള കോപ്പികളാണ് ഫോംസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഷെഡ്യൂൾ 2 ഒന്ന് നോക്കുക. ബെയർ ആക്ട് ബുക്കിൽ അല്ലെങ്കിൽ ബെയർ ആക്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ ഷെഡ്യൂൾ 1ഉം ഷെഡ്യൂൾ 2ഉം അവിടെ ഉണ്ടാവും. നിങ്ങളുടെ സംശയം അവിടെ മാറിക്കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ പട്ടികയെക്കുറിച്ച് മനസ്സിലായി നിങ്ങൾക്ക്. 39 ചാപ്റ്ററുകളെ കുറിച്ച് പഠിച്ചു, 531 വകുപ്പുകളെ കുറിച്ച് പഠിച്ചു. ഇത് മുഴുവനൊന്നും നമുക്ക് പഠിക്കാനില്ല എങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 2 Clause C കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് ബെയിലബിൾ ഓർ നോൺ ബെയിലബിൾ ഒഫൻസ്? പട്ടിക 1 പ്രകാരം ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ ബെയിലബിളും ലഭിക്കാത്തത് നോൺ ബെയിലബിൾ. അതുപോലെ 2 Clause Gയും 2 Clause ഓയും ഉണ്ട്. കോഗ്നൈസബിൾ 2 Clause Gയിൽ പറയുന്നു കോഗ്നൈസബിൾ ഒഫൻസും 2 Clause ഓയിൽ പറയുന്നു നോൺ കോഗ്നൈസബിൾ ഒഫൻസും. 2 Clause Gയിൽ കോഗ്നൈസബിളും 2 Clause ഓയിൽ നോൺ കോഗ്നൈസബിളും പറയുന്നുണ്ട്. രണ്ടും എവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു, പട്ടിക 1. ഒരു കേസ് നമുക്കറിയാം, വാറണ്ട് ഇല്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസാണെങ്കിൽ എന്താണത്? കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. വാറണ്ടോടുകൂടി മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. അപ്പോൾ കോഗ്നൈസബിൾ ഒഫൻസ് ആയാലും നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആയാലും എവിടെ ഉണ്ടാകും ഇത്? പട്ടിക 1 വെരിഫൈ ചെയ്തിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ 2 Clause Cയും Gയും ഓയും ക്ലിയർ ആണേ? ക്ലിയർ ആണ്. ഇനി അടുത്ത് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് എന്താണ് 2 Clause X, 2 Clause Y, 2 Clause Z. ഇതുകൂടെ ഒന്ന് പഠിച്ചിട്ട് പോകാം. ഡെഫിനിഷൻസിലാണ്, ഡെഫിനിഷൻസ്. ഓക്കെ, അപ്പോൾ 2 Clause X എന്ന് പറഞ്ഞാൽ സമൻസ് കേസ്, 2 Clause Y എന്ന് പറഞ്ഞാൽ ഇര, 2 Clause Z എന്ന് പറഞ്ഞാൽ വാറണ്ട് കേസ്. 2 വർഷത്തിന് മുകളിലോ ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന എല്ലാ കേസുകളെയും നമുക്ക് വാറണ്ട് കേസ് എന്ന് പറയാം. 2 വർഷമോ ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കേസ്, 2 വർഷം എന്ന് വെച്ചാൽ 2 വർഷത്തിന് മുകളിലുള്ള എല്ലാ കേസുകളും വാറണ്ട് കേസ്. അതിൽ പെടാത്തതെല്ലാം സമൻസ് കേസ് 2 Clause Xലും 2 Clause Y എന്ന് പറഞ്ഞാൽ ഇര എന്നും പഠിക്കുക. 2 Clause Y എന്നാൽ ഇര എന്നും പഠിക്കുക. ക്ലിയർ ആണോടാ? 2 Clause X, 2 Clause Y, 2 Clause Z. സെറ്റാണേ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു, ബെയിലബിൾ പഠിച്ചു, കോഗ്നൈസബിൾ പഠിച്ചു, സമൻസ് കേസ് പഠിച്ചു, വാറണ്ട് കേസ് പഠിച്ചു, ഇര പഠിച്ചു. 2 Clause Kയും 2 Clause Lഉം കൂടെ പറയാതെ എനിക്ക് പോകാൻ സാധിക്കില്ല. 2 Clause K എന്ന് പറഞ്ഞാൽ അന്വേഷണ വിചാരണ, 2 Clause L എന്ന് പറഞ്ഞാൽ അന്വേഷണം. 2 Clause K എന്ന് പറഞ്ഞാൽ അന്വേഷണ വിചാരണ, 2 Clause L എന്ന് പറഞ്ഞാൽ അന്വേഷണം. എന്താണ് അന്വേഷണ വിചാരണ എന്ന് ചോദിച്ചാൽ അതിന് മറ്റൊരു വാക്കുകൂടെ പറയാം. ഇംഗ്ലീഷിൽ ഇൻക്വയറി എന്ന് പറയും. ഇൻക്വയറി, INQUIRY, ഇൻക്വയറി. എന്താണ് 2 Clause L എന്ന് പറഞ്ഞാൽ അന്വേഷണം. അന്വേഷണം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ അത് ഇൻവെസ്റ്റിഗേഷൻ. 2 Clause K എന്ന് പറഞ്ഞാൽ ഇൻക്വയറി അല്ലെങ്കിൽ അന്വേഷണ വിചാരണ. 2 Clause L എന്ന് പറഞ്ഞാൽ അന്വേഷണം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ. അന്വേഷണ വിചാരണ നടത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെ പറയും? അത് കോടതിയോ കോടതി നിയോഗിക്കുന്ന കോടതിയിലെ ഉദ്യോഗസ്ഥരോ നടത്തുന്നതാകാം അന്വേഷണ വിചാരണ. പക്ഷേ 2 Clause L എന്ന് പറഞ്ഞാൽ പോലീസ് അല്ലേ അന്വേഷണം നടത്തുന്നു, തെളിവ് ശേഖരണത്തിനായി നടത്തുന്ന പ്രവൃത്തിയാണ് അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ. 2 Clause K ഫോർ കോടതി എന്ന് ഓർക്കാം, L ഫോർ ലത്തി എന്ന് ഓർക്കാം. ലത്തി എന്ന് പറഞ്ഞാൽ പോലീസ് ഉപയോഗിക്കുന്നത് ലാത്തി അല്ല, ലത്തി. ക്ലിയർ? അപ്പോൾ 2 Clause Kയും Lഉം ഓക്കെയാണ്, ഡെഫിനിഷൻസ് ഓക്കെയാണ്. ഞാനിവിടെ നിൽക്കുന്നതല്ല, ഞാൻ പോകുന്നു. എന്നാൽ നമുക്കൊന്ന് പറഞ്ഞു പോയെന്നുള്ളൂ ഇൻട്രൊഡക്ഷൻ. ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് കൂടെ പറയണം. അപ്പോൾ ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ ഒരു വ്യക്തി സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തി അവിടെ ഇല്ല എങ്കിൽ ആർക്ക് കൊടുക്കണമെന്നാണ്. ആൻസർ നമുക്കറിയാം. പക്ഷേ സമൻസുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏത്, BNSSലെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം 63. 63. ക്ലിയർ ആണോ കുട്ടികളെ? 63 സമൻസുമായി ബന്ധപ്പെട്ട വകുപ്പ് 63. സെറ്റാണേ. ഓക്കെ, 63. സമൻസ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ കോടതിയിൽ ഒരു വ്യക്തിയെ എത്തിക്കുന്നതിനുള്ള ആദ്യ നടപടിയാണടാ സമൻസ്. കോടതിയിൽ ഒരു വ്യക്തിയെ എത്തിക്കുന്നതിനുള്ള ആദ്യ നടപടിയാണ് സമൻസ്. കോടതി കൊടുക്കുന്ന ഒരു നോട്ടീസാണ് സമൻസ്. സമൻസിന് 2 പകർപ്പുണ്ട്.
അതിൻ്റെ കോപ്പി തന്നെ കൂടെ ഉണ്ടാകും, ലിഖിതത്തിലായിരിക്കും, അതിനകത്ത് എഴുതി ചേർത്തിരിക്കും. സമൻസിൽ കോടതിയുടെ മുദ്ര പതിച്ചിരിക്കും. സമൻസിൽ കോടതിയുടെ അധ്യക്ഷൻ ഒപ്പിട്ടിരിക്കാം. കോടതിയിലെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് ആണ്. ഇത് നൽകേണ്ടത് പോലീസോ കോടതി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരായിരിക്കാം സമൻസ് നൽകേണ്ടത്. സമൻസ് നേരിട്ട് കൊടുക്കാം. നേരിട്ട് കൊടുക്കുമ്പോൾ പേരുകാരനെ കണ്ടാൽ ഒരു കോപ്പി അയാൾ കൊടുക്കുക, മറ്റേ കോപ്പിയിൽ സമൻസ് സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിക്കുക. ഓക്കെ, അടുത്ത് ചോദിക്കുന്നു, സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തി വീട്ടിലില്ല എങ്കിൽ. അപ്പോൾ സമൻസിനെ കുറിച്ച് പറഞ്ഞ 63-ലും സമൻസ് കൊടുത്തിട്ടുള്ള കാര്യം 64-ലും ഒക്കെയാണ്. ഇനി 66, ഈ ക്വസ്റ്റ്യൻ സെക്ഷൻ 66 ആണടാ. സെക്ഷൻ 66 ആണ് പറയുന്നത്. എന്താണ് സമൻസ് കൊടുക്കുന്ന വ്യക്തിയെ കണ്ടില്ല എങ്കിൽ ചെയ്യേണ്ടത്? വീട്ടിലെ കണ്ടോ, ഞാൻ ഓപ്ഷൻ തെറ്റായ ഓപ്ഷൻ ഒന്നും വായിക്കുന്നില്ല, ആൻസറിലേക്ക് പോകാം. അദ്ദേഹത്തോടൊപ്പം കണ്ടോ അത് താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗത്തിന് കൊടുക്കാമട. ഇതാണ് ശരി ഉത്തരം. അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗത്തിന്. ദയവേത് പുരുഷ അംഗത്തിനെന്ന് എഴുതരുത്. നേരത്തെ CRPC ഉണ്ടായിരുന്ന സമയത്താണ് ഇത് പുരുഷ അംഗം എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആരാണ്? വെറും അംഗം എന്ന് മാത്രമാണ് പറയേണ്ടത്. ക്ലിയർ ആണേ? അപ്പോൾ ഓർക്കേണ്ടത്, അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗത്തിന് നൽകാം സമൻസ്. അതുപോലെ ഒരു ഗവൺമെന്റ് സർവന്റിന് സമൻസ് കൊടുക്കേണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? നിങ്ങൾക്കുള്ള സമയമാണ്, പെട്ടെന്ന് പറയും. ഓക്കെ, ഗവൺമെന്റ് സർവന്റിന് കൊടുക്കേണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്താണ്? അധികാര സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ മേലധികാരി വഴി അത് കൊടുക്കാം. മേലധികാരി വഴിയാണ് അത് കൊടുക്കാവുന്നത് എന്ന് അറിയുക. അതുപോലെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കോ കമ്പനികൾക്കോ ആണ് സമൻസ് കൊടുക്കേണ്ടതെങ്കിൽ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കോ കമ്പനികൾക്കോ ആണ് സമൻസ് കൊടുക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിലുള്ള ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് പോസ്റ്റിലൂടെയോ മെയിലിലൂടെയോ ഒക്കെ അയച്ചു കൊടുക്കാം, നേരിട്ടും കൊടുക്കാം. എപ്പോഴാണോ അവർക്ക് ആ പോസ്റ്റ് കിട്ടിയത്, തപാൽ മുഖേന കിട്ടിയത്, അപ്പോൾ സമൻസ് നൽകപ്പെട്ടതായി കരുതപ്പെടും. ഓക്കെ, ക്ലിയർ ആണേ സമൻസ്? ഓക്കെ, അടുത്ത് ചോദിക്കുന്നു, സമൻസിലെ വ്യക്തി അത് കൈപ്പറ്റാൻ വിസമ്മതിച്ചാൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. എങ്കിൽ 67-ാമത്തെ വകുപ്പിലേക്ക് നമ്മൾ പോകുന്നടാ. 67-ാമത്തെ വകുപ്പ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പതിച്ച് നൽകുക എന്നൊരു കാര്യമുണ്ട്. വീടിൻ്റെ കാണുന്ന ഭാഗത്ത് അതിനെ പ്രമുഖമായി പതിച്ചു വയ്ക്കുക. വേണമെങ്കിൽ ഒരു സാക്ഷിയെ കൂടെ ഉണ്ടാക്കിയാൽ കൊള്ളാം. സാക്ഷി കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇത്രയൊക്കെയാണ് സമൻസ്. അപ്പോൾ സമൻസിൻ്റെ പകർപ്പ് 2 പകർപ്പാണ്. നേരിട്ട് കൊടുക്കാം, മെയിലിലൂടെ കൊടുക്കാം, എന്തിലൂടെയും കൊടുക്കാം. ഇനി സമൻസ് അധികാരപരിധിക്ക് അപ്പുറം കൊടുക്കേണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് ആ കോടതിയിലൂടെ, ഇപ്പോൾ സമൻസ് ഈ കോടതിയിൽ ഇരിക്കുന്നു, സമൻസ് അധികാരപരിധിക്ക് അപ്പുറമുള്ള കോടതിയിൽ നടപ്പിലാക്കേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് ആ കോടതിയിൽ അയച്ചു കൊടുത്ത് അതുവഴി വേണമെങ്കിലും എന്ത് ചെയ്യണം? നടപ്പിലാക്കിയെടുക്കാം. ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ ആണോ? ഞാനപ്പോൾ BNSSനെയാണ് പഠിക്കുന്നത്, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഈ 3 നിയമങ്ങളും അല്ലേ നിലവിൽ വന്നത് എന്തെന്ന് ചോദിച്ചാൽ 2024 ജൂലൈ 1 നിലവിൽ വന്നു എന്ന് ലോക്സഭ രാജ്യസഭ പാസാക്കി. ആദ്യം ഈ നിയമം അവതരിപ്പിച്ചത് ഓഗസ്റ്റ് 11-നാണ്. 2023 ഓഗസ്റ്റ് 11-ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കുകയും ആ ബില്ല് ഡിസംബർ 12-ന് പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ പുതുക്കിയ ബില്ല് ഡിസംബർ 12-ന് വീണ്ടും അവതരിപ്പിക്കുകയും ഡിസംബർ 20-ന് ലോക്സഭ പാസാക്കുകയും ഡിസംബർ 21-ന് രാജ്യസഭ പാസാക്കുകയും ഡിസംബർ 25-ന് രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തു, ദ്രൗപദി മുർമു. ഈ 3 നിയമങ്ങളും നിലവിൽ വന്നത് 2024 ജൂലൈ 1. സെറ്റാണേ? 2024 ജൂലൈ 1-നാണ് ഈ 3 നിയമങ്ങളും നിലവിൽ വന്നത്. ക്ലിയർ? അടുത്തേക്ക് ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പൊയ്ക്കോട്ടെ. ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും അതിന്റെ അനുബന്ധ ഫാക്ട്സ് പറയാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോകും. ഓക്കെ, അടുത്തേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 40 ക്ലോസ് 1 പ്രകാരം അനുസരിച്ച് ഒരു സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര സമയപരിധിക്കുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറണം? ഇത് CRPC ആയിരുന്ന സമയത്ത് ആദ്യം നമ്മൾ പറയട്ടെ, BNSS ചാപ്റ്റർ 5 ആണ് നമ്മൾ പഠിക്കുന്നതെന്ന് അറിയുക. അധ്യായം 5. എന്താണ് BNSS അധ്യായം 5 എന്ന് പറഞ്ഞാൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട അധ്യായം ഏതെന്ന് ചോദിച്ചാൽ 5. BNSS അറസ്റ്റുമായി ബന്ധപ്പെട്ട അധ്യായം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം
5 ക്ലിയർ ക്ലിയർ. അതിനകത്ത് നമുക്ക് 35 മുതൽ 61 വരെ പഠിക്കണം. നമ്മുടെ സിലബസിൽ 35 മുതൽ 61 വരെ പഠിക്കണം, അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ. അപ്പോൾ ഇവിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റാണ്. സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാമോ? ചെയ്യാം. ഒരു സ്വകാര്യ വ്യക്തിക്ക് എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം നമുക്ക്. എങ്ങനെയാണ്? നമ്മുടെ CRPC ആയിരുന്നപ്പോഴും BNSS വന്നപ്പോഴും വന്ന മാറ്റങ്ങൾ കൂടെയാണ് ഈ കാണിക്കുന്നത്. CRPCയിലായിരുന്നപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 40 പ്രകാരം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, CRPCയിൽ 40 അല്ലായിരുന്നു, ഇവിടെ 40 പ്രകാരം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ CRPCയിൽ സമയം പറയുന്നില്ല, എത്രയും വേഗമെന്നാണ്. പക്ഷേ BNSSൽ പറയുന്നു 6 മണിക്കൂറിനകം, 6 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കണം. അവിടെ 6 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കണം. ഇനി നമ്മൾ നോക്കുന്നു, അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. പോലീസിന് എപ്പോഴൊക്കെ ഒരു വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? 35-ാമത്തെ വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്, പോലീസിന് എപ്പോഴൊക്കെ ഒരാളെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഞാൻ ഈ കണ്ടന്റ് മുഴുവൻ വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം. അറസ്റ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്: പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒരു കോഗ്നൈസബിൾ കുറ്റം നടന്നാൽ അറസ്റ്റ് ചെയ്യാം. അതുപോലെ ഒളിച്ചോടി വന്ന പട്ടാളക്കാരനെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ മറ്റു പോലീസുകാരുടെ അപേക്ഷയോടൊപ്പമാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തമിഴ്നാട് പോലീസ് റിക്വസ്റ്റ് വരികയാണ്, ഈ ഇന്ന പ്രതി അവിടെ വന്നിട്ടുണ്ട്, പിടിച്ചു തരണം, അറസ്റ്റ് ചെയ്യാം. കളവ് മുതലാണെന്ന് സംശയിക്കാവുന്ന ഒരു വസ്തു ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ വിടുതൽ ചെയ്ത കുറ്റവാളി, വിട്ടയച്ച കുറ്റവാളിയാണ് നമ്മൾ അല്ലേ, റിലീസ്ഡ് കൺവിക്റ്റ് എന്ന് പറയും. റിലീസ്ഡ് കൺവിക്റ്റ്, അയാളെ വിടുമ്പോൾ കുറച്ച് നിബന്ധനകൾ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ആ നിബന്ധന അയാൾ അനുസരിച്ചില്ല എങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ 7 വർഷത്തിൽ കൂടിയ കുറ്റം ചെയ്ത ഏത് വ്യക്തിയെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം. ഇനി 7 വർഷത്തിൽ കുറഞ്ഞ വ്യക്തിയെയും ചില നിബന്ധനകളോടെ അറസ്റ്റ് ചെയ്യാം. ഇതൊക്കെ 35-ൽ പറയുന്നു. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ പെട്ടെന്നൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ നോട്ടീസ് അയച്ച് വേണമെങ്കിലും അയാളെ വരുത്താം. ഇതാണ് 35-ൽ പറയുന്നത്. ഞാൻ കൂടുതലോട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ നേരത്തെ കൂട്ടി എന്തൊക്കെ തയ്യാറാക്കണമെന്ന് വെച്ചാൽ, ഒരു അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കണം. അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ നെയിം പ്ലേറ്റ് കാണുന്ന രീതിയിലായിരിക്കണം. ആ മെമ്മോറാണ്ടത്തിൽ ആ വ്യക്തിയെ കൊണ്ട് ഒപ്പിടിയിക്കണം. ആ മെമ്മോറാണ്ടത്തിൽ അയാളുടെ സാക്ഷിയായിട്ട് അയാളുടെ ബന്ധുക്കളെ കൊണ്ട് ഒപ്പിടിയിക്കണം. ബന്ധുക്കൾ ഒപ്പിട്ടില്ലെങ്കിൽ ബന്ധുക്കൾ അറിയിക്കാനുള്ള അവകാശം അയാൾക്കുണ്ടെന്ന് അറിയിക്കണം. തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു വ്യക്തി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 37-ാമത്തെ വകുപ്പ് പ്രകാരം, BNSSലെ 37-ാമത്തെ വകുപ്പ് പ്രകാരം ആരെ അറിയിക്കണം? ഒരു നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥൻ ASI റാങ്കിൽ കുറയാത്ത, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയാം. കൺട്രോൾ റൂമിൽ വർക്ക് ചെയ്യുന്ന അല്ലയോ, അദ്ദേഹത്തിന് അറിയിക്കണം. അദ്ദേഹം അവരുടെ ഈ അറസ്റ്റ് ചെയ്ത വ്യക്തികളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ചിത്രങ്ങളൊക്കെ പ്രമുഖമായി പ്രദർശിപ്പിക്കണം. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 35, 36, 37 പറഞ്ഞത്. അതുപോലെ നമുക്കറിയാം 38 എന്താ പറയുന്നേ, നമുക്ക് ഒരാളാണ് അല്ലേ, അതിനുശേഷം 38 ഉണ്ട്, 39 ഉണ്ട്, 40 ഉണ്ട്, 40, ഇത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ 39-ാമത്തെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. 39 നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയും നമുക്ക് ചില സന്ദർഭങ്ങളിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയും ചില സന്ദർഭങ്ങളിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? കോഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയെ മാത്രമേ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 39-ൽ പറയുന്നു നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയെ പോലും ചില സന്ദർഭങ്ങളിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. എപ്പോൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, അയാൾ തൻ്റെ പേരോ ഐഡന്റിറ്റിയോ പറയാൻ മനഃപൂർവ്വം വിസമ്മതിക്കുകയോ തെറ്റായ വിവരം നൽകുകയോ ചെയ്താൽ അയാളെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ 38-ൽ പറഞ്ഞത് എന്താണ്? താൻ തിരഞ്ഞെടുക്കുന്ന അഡ്വക്കേറ്റിനെ കാണാനുള്ള അവകാശമുണ്ട് അല്ലേ, സംസാരിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാം ഒരാളെ, അയാളുടെ കൺമുന്നിൽ വെച്ച് ഒരു കോഗ്നൈസബിൾ കുറ്റം നടക്കുകയോ പിടികിട്ടാപ്പുള്ളിയായ ഒരു കുറ്റവാളിയെ കാണുകയോ ചെയ്താൽ അറസ്റ്റ് ചെയ്യാം. പിന്നെ മജിസ്ട്രേറ്റിനാളുള്ള അറസ്റ്റാണ് അടുത്ത് പറയുന്നത്. മജിസ്ട്രേറ്റിനാളുള്ള അറസ്റ്റ് എന്താണ്? മജിസ്ട്രേറ്റിനാളുള്ള അറസ്റ്റ് എന്ന് ചോദിച്ചാൽ, മജിസ്ട്രേറ്റ് 2 വിധം, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കളക്ടർ, തഹസിൽദാർ തുടങ്ങിയവരെയൊക്കെ നമുക്ക് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നും, അതുപോലെ കോടതി വഴി കൈകാര്യം ചെയ്യുന്ന മജിസ്ട്രേറ്റ്മാരൊക്കെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നും പറയാം. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പാലിക്കണമെന്നാണ്. അതൊക്കെ നമ്മൾ പഠിച്ചു.
അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും അറിയേണ്ട ഒരു കാര്യം കൈവിലങ്ങ് ഉപയോഗിക്കുന്ന കാര്യം. 46-ാമത്തെ വകുപ്പിൽ പറയുന്നു, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അനാവശ്യമായി നിയന്ത്രണം പാടില്ല. ഉദാഹരണം, കൈവിലങ്ങ് മാത്രം മതി ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അതും ചില വ്യക്തികൾക്ക് മാത്രം, ചില കുറ്റങ്ങൾക്ക് മാത്രമാണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു 47-ാമത്തെ വകുപ്പിൽ പഠിച്ചു എന്താണ്, ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് അയാൾ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളും ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നറിയുവാനുള്ള അവകാശവും അയാൾക്കുണ്ടെന്ന് അറിയിക്കണോടാ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. മാത്രമല്ല, അറസ്റ്റ് ചെയ്ത വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ കൂടുതൽ കസ്റ്റഡിയിൽ വെക്കുവാൻ പാടില്ല. ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളുക. ഇതൊക്കെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കണ്ടന്റിൽ നിന്ന് പോകും. അപ്പോൾ നമ്മൾ നേരത്തെ സമൻസുമായി റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറയുന്നു ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്, അറസ്റ്റുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ആണ് പറഞ്ഞത്. ഇനി സമൻസുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റിൽ ഒരു കാര്യം കൂടെ. സമൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കോടതിയിൽ ഹാജരാകുന്നതിനുള്ള ആദ്യ നടപടിയാണല്ലോ സമൻസ്. അയാൾ അത് അനുസരിച്ചില്ല എങ്കിൽ അയാൾ അടുത്ത നടപടിയാണ് വാറണ്ട്. അല്ലേ, വാറണ്ട്. അയാൾ സമൻസ് അനുസരിക്കാത്ത വ്യക്തിയെ കോടതിയിൽ എത്തിക്കുന്നതിനുള്ള രണ്ടാമത്തെ നടപടിയാണ് വാറണ്ട്. സെറ്റാണോ? ഓക്കെ, അടുത്തതിലേക്ക് പോട്ടെ. ഞാൻ ഇവിടെ നിന്നാൽ നമ്മൾ BNSSൽ നിന്ന് പോകും. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് വരാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത് നമ്മൾ BNSൽ നിന്നൊരു ക്വസ്റ്റ്യൻ. നമ്മുടെ IPCയുടെ പിൻഗാമിയായ BNS. ഈ 3 നിയമങ്ങളും വന്ന ഡേറ്റുകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ സെക്ഷനുകളൊക്കെ ഒന്ന് നോക്കാം. ഈ IPC ഉണ്ടായിരുന്നപ്പോൾ ഏകദേശം 511 വകുപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ BNS വന്നപ്പോൾ അത് 358 വകുപ്പായി ചുരുങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ വകുപ്പിനകത്തും ഒരുപാട് സബ്സെക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എത്ര ചാപ്റ്റർ ഉണ്ട് എന്ന് ചോദിച്ചാൽ 23 ചാപ്റ്ററിൽ നിന്ന് ഇപ്പോൾ 20 ചുരുങ്ങി. ഇതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് 6-7 ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേടാ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്തതിലേക്ക് പോട്ടെ. ഒരു കുറ്റിക്കാടിന് പിന്നിലാണ് ഇസഡ് ഉള്ളതെന്ന് എക്ക് അറിയാം, എന്നാൽ ബിക്ക് അത് അറിയില്ല. ഇസഡ് മരണപ്പെടണമെന്ന ഉദ്ദേശത്താൽ ബിയെ കൊണ്ട് എ കുറ്റിക്കാട്ടിലേക്ക് വെടിവെപ്പിക്കുകയും അതുമൂലം ഇസഡ് മരണപ്പെടുകയും ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ ശരിയായത്. ഓക്കെ, ആദ്യം നമുക്ക് BNSലേക്ക് വരാം. BNSലെ ഏത് ചാപ്റ്ററിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്? ആദ്യം ഇവിടെ കൊല്ലുന്നു. അപ്പോൾ ശരീരവുമായി ബന്ധപ്പെട്ടെന്ന് പഠിക്കുക. നിങ്ങൾ എപ്പോൾ പഠിച്ചാലും അതിൻ്റെ അതിൻ്റെ അകത്തോട്ടേക്ക് പോവുക. ഇത് എവിടെ നിന്ന് വന്നു എന്ന് പഠിക്കുക. ആദ്യം നേരെ ക്വസ്റ്റ്യനിലേക്കല്ല പോകേണ്ടത്. ആദ്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു ചാപ്റ്റർ 6, അധ്യായം 6 അധ്യായങ്ങൾ ചോദിക്കും. അപ്പോൾ ചാപ്റ്റർ 6മായി ബന്ധപ്പെട്ട കാര്യമാണെന്നറിയടാ. ചാപ്റ്റർ അല്ലെങ്കിൽ അധ്യായം 6 മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന കുറ്റങ്ങൾ, ഒഫൻസ് റിലേറ്റിംഗ് ടു ഹ്യൂമൻ ബോഡി എന്ന് പഠിക്കുക. അതിനകത്താണ് കൊലപാതകവും കുറ്റകരമായ നരഹത്യയും ദേഹോപദ്രവം, കഠിന ദേഹോപദ്രവം, തടസ്സപ്പെടുത്തൽ, തടങ്കലിൽ വയ്ക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, കയ്യേറ്റം ഒക്കെ വരുന്നു. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഒരാൾ മറ്റൊരാളോട് പറയുന്നു, കണ്ടോ ഒരു കുറ്റിക്കാടിന് പിന്നിൽ ഇസഡ് ഉള്ളതെന്ന് എനിക്കറിയാം, അവിടെ ഒരാളിരിപ്പുണ്ടെന്ന്. പക്ഷേ എൻ്റെ സുഹൃത്തിന് അറിയില്ല. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ സുഹൃത്തിനെ കൊണ്ട് അയാളെ വെടിവെപ്പിച്ച് കൊല്ലുകയും, കണ്ടോ വെടിവെപ്പിക്കാൻ അയാൾ മരണപ്പെടും. അപ്പോൾ സുഹൃത്ത് ഇത് അറിഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ അറിഞ്ഞു. അപ്പം ഞാൻ ചെയ്ത കുറ്റം എന്തെന്നാണ് ചോദിച്ചത്. നോക്കാം, കൊലപാതകമാണോ? ബി കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എ കുറ്റകരമായ നരഹത്യ ചെയ്തു. എയും ബിയും കുറ്റകരമായ നരഹത്യ ചെയ്തു. എ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ബി കുറ്റക്കാരനാണ്. ആരാണ്? അപ്പോൾ നമ്മളിവിടെ പഠിക്കാനുള്ളത്, ഞാനല്ലേ അറിഞ്ഞുകൊണ്ട് ചെയ്യിപ്പിച്ചത്, അപ്പം ഞാനാണ് കുറ്റക്കാരൻ, എൻ്റെ സുഹൃത്ത് കുറ്റക്കാരനല്ല എന്നറിയുക. ഞാൻ നേരിട്ടല്ല ചെയ്തത്, അതുകൊണ്ട് കൊലപാതകമല്ല. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ്? ബി കുറ്റമൊന്നും ചെയ്തിട്ടില്ല, കാരണം ബിക്ക് അത് അറിയില്ലായിരുന്നു. എ കുറ്റകരമായ നരഹത്യ ചെയ്തിട്ടുണ്ട്, കൾപ്പബിൾ ഹോമിസൈഡുമായി ബന്ധപ്പെട്ട BNSലെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ സംശയമില്ലാതെ പറയുക ഏതാണ്? 100 ഇപ്പോൾ 101 ചോദിച്ചാൽ കൊലപാതകമാണ്. 100 കൾപ്പബിൾ ഹോമിസൈഡും 101 കൊലപാതകവും. കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ മരണത്തിലേക്ക് നയിക്കാൻ കാരണമാകുന്ന പരിക്കോ പ്രവൃത്തിയോ ചെയ്ത് മരണത്തിലേക്ക് നയിപ്പിക്കുന്നതാണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ. ഇതാണ്ടോ ഇവിടെ കണ്ടോ, നേരിട്ട് പാർട്ടിസിപ്പേറ്റ്. ഉദാഹരണം, അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറയാം. ഒരാൾ നടന്നു വരുന്ന വഴിയിൽ ഒരു കുഴി കുഴിച്ചിട്ടിട്ട് മൂടി വെച്ചേക്കാണ്, പുല്ലൊക്കെ വെച്ച്. അയാൾ ആ കുഴിയിൽ വീണ് മരിക്കുകയാണെങ്കിൽ അവിടെയും കുറ്റകരമായ നരഹത്യ. എന്നാൽ അത് നേരിട്ട് അയാളെ കുത്തിക്കൊന്നാൽ അത് കൊലപാതകം. നേരിട്ട് വെടിവെച്ചെന്നാൽ കൊലപാതകം. ഞെക്കിക്കൊന്നാൽ കൊലപാതകം.
അപ്പോൾ കുറ്റകരമായ നരഹത്യയും കൊലപാതകവും തമ്മിലുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. കുറ്റകരമായ നരഹത്യ 100, കൊലപാതകം 101 എന്ന് പഠിക്കുക. 101ന്റെയും 100ന്റെയും ശിക്ഷ കിടക്കുന്നത് എവിടെയെന്ന് നിങ്ങൾ പഠിക്കണം, ചേർത്ത് വെച്ച് പഠിക്കണം. 100ന്റെ ശിക്ഷ 105ലാണ്, 100ന്റെ ശിക്ഷ 105ലാണ്, 101ന്റെ ശിക്ഷ 103ലുമാണ്. അപ്പോൾ കൊലപാതകം 101, അതിന്റെ ശിക്ഷ 103ലാണെന്ന് അറിയുക. കൊലപാതകത്തിന്റെ ശിക്ഷ എത്രയായിരിക്കും? അത് ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ. ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ. കുറ്റകരമായ നരഹത്യ 2 തരത്തിലെടുക്കാം. കുറ്റകരമായ ഉദ്ദേശത്തോടു കൂടിയുള്ള നരഹത്യയും ഉദ്ദേശമില്ലാതെയുള്ള നരഹത്യയുമുണ്ട്. ഉദ്ദേശം വെച്ചാൽ ഉദാഹരണം, ഒരു കുഴി കുഴിച്ചിട്ടു, ആ പുല്ല് നിരത്തി വെച്ചിട്ട് അയാളുടെ കാലൊടിയട്ടെ എന്ന് വിചാരിച്ചാണ് ചെയ്തത്. പക്ഷേ അയാൾ വീണ് മരിച്ചുവെങ്കിൽ അവിടെ കൊല്ലണം ഉദ്ദേശമില്ലായിരുന്നു, പക്ഷെ പ്രവൃത്തി ചെയ്തു, അവിടെ 10 വർഷം കിട്ടും. എന്നാൽ ഈ പ്രവൃത്തിയിലൂടെ അയാൾ മരിക്കണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ചെയ്തതെങ്കിൽ 10 വർഷമോ ജീവപര്യന്തമോ കിട്ടാം. അതാണ് 105ൽ പറയുന്നത്. ഓക്കെ ആണേ? കൊലപാതകവും കുറ്റകരമായ നരഹത്യ ഓക്കെ അല്ലേ? ഇനി 102ൽ പറയുന്നു, ആള് മാറിക്കൊന്നാൽ എന്തായിട്ട് കണക്കാക്കും? ഒരാളെ വിചാരിച്ച് മറ്റൊരാളാണ് മരണപ്പെട്ടതെങ്കിൽ എന്തായിട്ട് കണക്കാക്കുമെന്ന് ചോദിച്ചാൽ എന്തായിട്ട് കണക്കാക്കും? അത് ആള് മാറിക്കൊന്നാൽ നരഹത്യയായിട്ട് കണക്കാക്കും. ഓക്കെ, സെറ്റാണേ. അടുത്തതിലേക്ക് പോട്ടെ ഞാൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചാപ്റ്റർ 6 ആണ്. ഈ ചാപ്റ്ററിൽ വരുന്ന 2-3 കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് പോകാം. ഈ ചാപ്റ്ററിൽ വരുന്ന 2-3 കാര്യം. 1, 111, 112, 111, 112, 113. 111, 112, 113 എന്താണ്? സംഘടിത കുറ്റകൃത്യം 111, ചെറിയ സംഘടിത കുറ്റകൃത്യം 112, തീവ്രവാദ പ്രവർത്തനം 113. സെറ്റാണ് ഈ നമുക്ക് മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞ ചാപ്റ്റർ 6 എന്ന മോഡ്യൂളിനകത്ത് നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ 100 മുതൽ 146 വരെയാണ്. 100 മുതൽ 146 വരെയാണ്. അതിനകത്ത് നമ്മളിപ്പോൾ കൊലപാതകവും കുറ്റകരമായ നരഹത്യയും മാത്രമാണ് പഠിച്ചത്. ഇനി ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങളടുത്ത്, എന്താണ് പറഞ്ഞത്? 111, 112, 113. 111 സംഘടിത കുറ്റകൃത്യം, 112 ചെറിയ സംഘടിത കുറ്റകൃത്യം, 113 തീവ്രവാദ പ്രവർത്തനം. ഇത് പഠിക്കണം. ഇതിനകത്ത് കുറേ പോർഷൻസ് ഉണ്ട്, സബ്സെക്ഷൻ അല്ല. എന്തൊക്കെയാണ് സംഘടിത കുറ്റകൃത്യത്തിൽ വരുന്ന കുറ്റങ്ങൾ, എന്തൊക്കെയാണ് ചെറിയ സംഘടിത കുറ്റകൃത്യത്തിൽ വരുന്ന കുറ്റങ്ങൾ, ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പഠിക്കാനുള്ളതാണ് 114ഉം 116ഉം പഠിക്കാം. 114 എന്ന് വെച്ചാൽ ദേഹോപദ്രവം അല്ലെങ്കിൽ ഹർട്ട്, 116 കഠിനമായ ദേഹോപദ്രവം അല്ലെങ്കിൽ ഗ്രീവിയസ് ഹർട്ട്. 114 ദേഹോപദ്രവം അല്ലെങ്കിൽ ഹർട്ട്, 116 കഠിന ദേഹോപദ്രവം അല്ലെങ്കിൽ ഗ്രീവിയസ് ഹർട്ട്. 114 എന്താണ് ദേഹോപദ്രവം എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിക്ക് ശാരീരികമായ വേദനയോ രോഗമോ ദൗർബല്യമോ, എന്താണ്? ഒരു വ്യക്തിക്ക് ശാരീരികമായ വേദനയോ രോഗമോ ദൗർബല്യമോ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് ഹർട്ട് അല്ലെങ്കിൽ ദേഹോപദ്രവം എന്ന് പറയുന്നത്. ഇനി എന്താണ് കഠിന ദേഹോപദ്രവം എന്ന് ചോദിച്ചാൽ, എന്താണ് കഠിന ദേഹോപദ്രവം? 116ൽ പറയുന്നു, എന്തൊക്കെ ചെയ്താൽ ഒരു വ്യക്തിയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി എന്നേക്കുമായി ഇല്ലാതാക്കുക, ചെവിയുടെ കേൾവി ശക്തി എന്നേക്കുമായി ഇല്ലാതാക്കുക, എല്ലിൻ്റെയോ പല്ലിൻ്റെയോ സ്ഥാനമാറ്റം അല്ലെങ്കിൽ പൊട്ടലുണ്ടാക്കുക, അല്ലെങ്കിൽ മുഖം വികൃതമാക്കുക, വൈരൂപ്യപ്പെടുത്തുക തുടങ്ങിയവയൊക്കെയാണ് 116ൽ വരുന്നത്. അത് മാത്രമല്ല, ഈ വേദന അനുഭവിച്ച വ്യക്തി 15 ദിവസം വേദന അനുഭവിക്കണം. 15 ദിവസത്തിൽ കൂടുതൽ വേദന അനുഭവിക്കുകയും അയാളുടെ നോർമലായിട്ടുള്ള ലൈഫ് അയാൾക്ക് പറ്റുന്നില്ല എങ്കിൽ അവിടെ അയാൾ എന്തേറ്റിരിക്കുന്നു? കഠിന ദേഹോപദ്രവം ഏറ്റിരിക്കുന്നു. ഇത് രണ്ടും സെറ്റാണ്. 114 പഠിക്കണം. ശാരീരികമായ വേദനയോ രോഗമോ ദൗർബല്യമോ ആണെങ്കിൽ 114, 116 ആണെങ്കിൽ കഠിനമായ ദേഹോപദ്രവത്തിൽ വരുന്നതൊക്കെ പഠിച്ചു. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കാനുള്ളത് 124 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ആസിഡ് ആക്രമണം. ഓക്കെ, എന്താണ് ആസിഡ് ആക്രമണം? ഒരു വ്യക്തിക്ക് അല്ലെ വ്യക്തിയുടെ നേരെ ആസിഡ് ഒഴിക്കുന്നു, അത്രേ ഉള്ളൂ. 124 എന്ന സെക്ഷൻ നന്നായിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ? 10 വർഷം ടു ജീവപര്യന്തമൊക്കെയാണ് ശിക്ഷ. ശ്രമത്തിന് 5 മുതൽ 7 വർഷം വരെയൊക്കെ കിട്ടാം. അപ്പോൾ ഇതൊന്ന് ഓർത്തോളണം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത്, തിരക്കേറിയ ഒരു തെരുവിൽ വെച്ച് ബിയുടെ കയ്യിൽ നിന്ന് എ വേഗത്തിൽ ഒരു മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടിപ്പോകുന്നു. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഒരു കുറ്റകൃത്യം ഏതെന്നാണ് ചോദിച്ചത്.
അപ്പോൾ ഇവിടെ പഠിക്കണോടാ, ഒരു തെരുവിൽ വെച്ച് എന്ത് ചെയ്യുന്നു, അവൻ്റെ മൊബൈൽ ഫോൺ തട്ടിക്കൊണ്ടുപോകുന്നു വെച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് പറയാം എന്താണ്, അത് സ്നാച്ചിങ് ആണ്. പിടിച്ചെടുത്തുകൊണ്ട് ഓടിപ്പോകുന്നു, സ്നാച്ചിങ് അല്ലെങ്കിൽ പിടിച്ചുപറി എന്ന് പറയും. സ്നാച്ചിങ് അല്ലെങ്കിൽ പിടിച്ചുപറി. ഇത് ഏത് ചാപ്റ്ററിൽ നിന്ന് വന്നു? അപ്പോൾ BNSലെ ഭാരതീയ ന്യായ സംഹിത 2023 17ാമത്തെ ചാപ്റ്റർ 17ാമത്തെ അധ്യായമാണ് പറയുന്നത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒഫൻസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയാണ്, വസ്തുക്കൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ. ഇവിടെ നമുക്ക് മോഷണം വരും, പിടിച്ചുപറി വരും, അപഹരണം വരും, കവർച്ച വരും, കൂട്ടായ്മ കവർച്ച വരും, ദുർവിനിയോഗം വരും, വിശ്വാസലംഘനം, ദ്രോഹം, ചതി എല്ലാം ഇതിനകത്ത് വരും. ഓക്കെ, നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് മോഷണം എന്നാൽ ഇതിൻ്റെ ആൻസർ എന്താണ്? പിടിച്ചുപറിയാണ്. പക്ഷെ നമുക്ക് മോഷണത്തിലേക്ക് പോകും. 303 ആദ്യം നമ്മൾ പഠിക്കുന്നു. 303 അടുത്ത് ഞാനിവിടെ എഴുതുന്നു 304, അടുത്ത് ഞാൻ എഴുതുന്നു 308, 309, 310. ഇത്രയും പഠിച്ചിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ അല്ലേ? അപ്പൊ 303 എന്താണ്? 303 വെച്ചാൽ മോഷണം. മോഷണം എന്ന് പറഞ്ഞാൽ തെഫ്റ്റ്. എപ്പോഴും ഏതൊരു ക്വസ്റ്റ്യനിലും ആൻസർ മോഷണമാണെങ്കിൽ ആ വ്യക്തി അറിയാതെയാണ് എടുക്കേണ്ടത്. 2, അവിടെ ഭീഷണി ഉണ്ടാകില്ല. 3, ജംഗമ വസ്തു ആയിരിക്കണം അതിലുണ്ടായിരിക്കേണ്ടത്. എന്താണ് ഓർക്കേണ്ടത്? ജംഗമ വസ്തു എന്ന് പറഞ്ഞാൽ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് ഓർമ്മിക്കണം. സ്ഥാവര വസ്തു എന്ന് പറഞ്ഞാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. അപ്പോൾ സ്ഥാവര ജംഗമ വസ്തു എന്ന് ചോദിച്ചാൽ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അപ്പോൾ മോഷ്ടിക്കാൻ പറ്റുന്നത് ജംഗമ വസ്തുവല്ലേ, എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വസ്തുവല്ലേ നമുക്ക് മോഷ്ടിക്കാൻ പറ്റുള്ളൂ. എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു വീടിന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഒരു ഭൂമിയിൽ നിൽക്കുന്ന ഒരു വലിയ മരത്തിന് അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? മുറിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റും, അത് വേറെ കണ്ടീഷൻ. പക്ഷെ നിൽക്കുന്ന മരത്തിന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെന്റ് ജംഗമ വസ്തു മാത്രമേ മോഷണത്തിന് വിധേയമാവുകയുള്ളൂ. ശരി. ഇനി സ്ഥാവര വസ്തുവിനെ നമുക്ക് ജംഗമമാക്കാൻ സാധിക്കുമോ? ആക്കാൻ സാധിക്കും. എങ്ങനെ? ഒരു മരത്തിന് നമുക്ക് മുറിച്ചിട്ടാൽ അത് ജംഗമമായി. ഒരു വീടിനെ പൊളിച്ചെടുത്തുകൊണ്ട് പോയാൽ എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ സ്ഥാവര വസ്തുവിനെ ജംഗമമാക്കിയാൽ അതിന് മോഷണത്തിന് വിധേയമാക്കാം. ക്ലിയർ. അതാണ് 303 മോഷണം. ഓക്കെ, അപ്പൊ മോഷണം ഓർമ്മിക്കാം. 303 ഇതിന്റെ ശിക്ഷകളൊക്കെ നമുക്ക് വഴിയെ പറയാം കേട്ടോ. ഇപ്പൊ നമുക്ക് എല്ലാം കൂടെ പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകും. 304 ദാ പിടിച്ചുപറി. എന്താണ് പിടിച്ചുപറി എന്ന് പറഞ്ഞാൽ? ദാടപ്പുണ്ട്, വേഗത്തിൽ തട്ടിയെടുത്ത് ഓടിപ്പോകുന്നു. അവിടെ ഭീഷണിയോ ഒന്നുമില്ല, വളരെ പെട്ടെന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നു. മാല, പേഴ്സ്, മൊബൈൽ ഫോണൊക്കെയാണ് 304 പിടിച്ചുപറി, സ്നാച്ചിങ്. എന്നാൽ 308 നിങ്ങൾ അറിയേണ്ടത് അപഹരണം അല്ലെങ്കിൽ എക്സ്റ്റോർഷൻ എന്ന് പറയും. അപഹരണം, ഭയപ്പെടുത്തിയ അപഹരണം. ഇവിടെ ആളിനെ ഭയപ്പെടുത്തുന്നു, പക്ഷെ ഉപദ്രവിക്കുന്നില്ല. ഫോണിലൂടെയോ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും ഇലക്ട്രോണിക്സ് രൂപത്തിൽ ആണെന്നൊരു വാക്കുണ്ടെങ്കിൽ സംശയമില്ലാതെ എഴുതാം, അത് അപഹരണം. ഇലക്ട്രോണിക്സ് രൂപത്തിൽ എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് അപഹരണമെന്ന് സംശയമില്ലാതെ നിങ്ങൾക്ക് എഴുതാം. സെറ്റാണോ? അപ്പോൾ അപഹരണത്തെ കുറിച്ച് നിങ്ങൾ നോക്കുക. 308 ഒരു വ്യക്തിയെ ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി, അയാളെ അടിക്കുമെന്നോ, അയാളെ കൊല്ലുമെന്നോ, അയാളെ വേണ്ടപ്പെട്ടവരെ ഉപദ്രവിക്കുമെന്നോ, അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് അയാളെക്കുറിച്ച് കള്ളവാർത്ത കൊടുക്കുമെന്ന്, അയാളെക്കുറിച്ച് വ്യാജ പ്രചരണം നടത്തുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി പേടിപ്പിച്ച് വാങ്ങുന്നതാണ് അപഹരണം എന്നറിയുക. അവിടെ ഉപദ്രവമില്ല. 308. ഇനി ഇതാ വരുന്ന കവർച്ച അല്ലെങ്കിൽ കൂട്ടായ്മ കവർച്ച. 309 അല്ലെങ്കിൽ റോബറി എന്ന് പറയും. റോബറി അല്ലെങ്കിൽ കൊള്ള എന്ന് പറയാം. എന്താണ് കവർച്ച എന്ന് ചോദിച്ചാൽ, ഇതാ പറയുന്ന മോഷണത്തിലോ ഇതാ പറയുന്ന അപഹരണത്തിലോ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് കവർച്ച. മോഷണം എന്താകാം? കവർച്ചയാകാം. അപഹരണം എന്താകാം? കവർച്ചയാകാം. മോഷണം കവർച്ചയാകാം, അപഹരണം കവർച്ചയാകാം. മോഷണം എപ്പോൾ കവർച്ചയാകും? മോഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ മോഷണം മുതൽ കൊണ്ടുപോകുമ്പോഴോ ആരെയെങ്കിലും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്താൽ അത് കവർച്ചയായി മാറും. അപഹരിക്കുമ്പോൾ ആരെങ്കിലും കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അത് കവർച്ചയായി മാറും. മാത്രമല്ല, നേരിട്ട് നിന്ന് നടത്തുന്ന ഭീഷണി എന്ത് തന്നെയാണ് കവർച്ച. ഞാൻ ഈ പറയുന്ന പോയിന്റ് ഒന്നുകൂടെ നോട്ട് ചെയ്ത് വെച്ചോ. വഴിയിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ നേരിട്ട് കത്തി കാണിച്ച് എറാ സാധനം എന്ന് പറഞ്ഞാൽ അത് കവർച്ചയാണ്. ഉപദ്രവിച്ചില്ലെങ്കിലും കവർച്ചയാണെന്നറിയുക. ഉടനടി മരണം സംഭവിക്കുന്നുള്ള ഭയം ഉണ്ടായാൽ അത് കവർച്ചയാണ്. സംശയമില്ലാതെ പറയാൻ കവർച്ച. 309 5 അതിലധികമോ പേർ ചേർന്നുണ്ടാക്കിയത് കൂട്ടായ്മ കവർച്ച എന്ന് പറയാം. ഡെക്കോയിറ്റി എന്ന് പറയും.
ഡെക്കോയിറ്റി അല്ലെങ്കിൽ തീവെട്ടിക്കൊള്ള എന്നൊരു വാക്ക്. ഡെക്കോയിറ്റി അല്ലെങ്കിൽ തീവെട്ടിക്കൊള്ള എന്നൊരു വാക്ക് എടുക്കുക. ഡെക്കോയിറ്റി അല്ലെങ്കിൽ തീവെട്ടിക്കൊള്ള. ഡെക്കോയിറ്റി അല്ലെങ്കിൽ തീവെട്ടിക്കൊള്ള. ഓക്കെയാണേ സെറ്റാണോ? സെറ്റ്. അടുത്തിലേക്ക് പൊയ്ക്കോട്ടെ. ഓക്കെ, ഞാൻ പറയുന്നതുകൊണ്ട് ബോറടിക്കുന്നുണ്ടോ? ഞാൻ ഈ ക്വസ്റ്റ്യൻസ് കൂടെ പറഞ്ഞു പൊയ്ക്കോട്ടെ. ഓക്കെ, 2-3 ക്വസ്റ്റ്യൻ കൂടെ പറയാം ഇതിനകത്ത്. ഇനി നമ്മൾ പഠിക്കുന്നത്, കാരണം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വരുന്ന ക്വസ്റ്റ്യനിലേക്ക് എനിക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഓക്കെ, പറഞ്ഞോട്ടെ. ഓക്കെ, 314 316 ഇവിടെ എനിക്ക് പറയണം. അടുത്ത് 318 324 പറയണം. അതിൻ്റെ കൂടെ ഇവിടെ വേണമെങ്കിൽ ഒരു 318 324, അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു 319 നോക്കാം. അപ്പോൾ ഇത്രയും നോക്കാം. അപ്പോൾ 314 16 എന്താണ് ദുർവിനിയോഗം, എന്താണ് വിശ്വാസലംഘനം? ദുർവിനിയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു വസ്തു അവിടെ കിടക്കുകയാണ്, നമ്മൾ എടുക്കുന്നു. നമുക്ക് അവകാശപ്പെട്ട വസ്തുവല്ല, പക്ഷെ എടുത്തിട്ട് നമ്മൾ അവകാശിക്ക് കൊടുക്കാതെ ഉപയോഗിച്ചാൽ അതാണ് ദുർവിനിയോഗം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എങ്ങനെയോ വന്നു ചേരുന്നൊരു വസ്തു നമ്മൾ അവകാശി അറിഞ്ഞിട്ടും തിരികെ കൊടുത്തില്ലെങ്കിൽ അത് ദുർവിനിയോഗം. സെറ്റാണോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എവിടെ വന്നാലും നമുക്ക് കളഞ്ഞു കിട്ടുന്നു, നമ്മളറിയാതെ കൈവശം വരുന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സംശയമില്ലാതെ എഴുതിക്കോളൂ, ദുർവിനിയോഗം എന്ന് എഴുതാം. 316 വിശ്വാസലംഘനം എന്തെന്ന് ചോദിച്ചാൽ നമ്മളെ വിശ്വസിച്ച് ചില സാധനങ്ങൾ ഏൽപ്പിക്കുന്നു ചിലർ. ഉദാഹരണം, ഒരു മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തി അയാളുടെ സ്വത്തുക്കൾ അയാളുടെ മക്കളുടെ പേരിലാക്കാനായിട്ട് ഒരു വക്കീലിനെ ഏൽപ്പിക്കുന്നു. വക്കീൽ അത് ചതിക്കുന്നു, അല്ലെ വക്കീൽ അയാൾക്ക് കൊടുക്കാതെ മക്കളുടെ പേരിൽ എഴുതാതെ അയാളുടെ പേരിൽ എഴുതുന്നുവെങ്കിൽ എന്താണത്? വിശ്വാസലംഘനം. ഇനി 318 324 ചതിയും ദ്രോഹവും ചീറ്റിംഗ് ആൻഡ് മിസ്ചീഫ് എന്ന് പറയും. ചതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കടയിൽ ഒരു സാധനം വാങ്ങാൻ പോയി, നിങ്ങൾ ഉദ്ദേശിച്ച സാധനമാണ് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയത്. പക്ഷേ നിങ്ങൾ വീട്ടിലെത്തിയപ്പോൾ പിന്നെ അറിയുന്നത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് തന്നത്. ഒറിജിനൽ കാട്ടി ഡ്യൂപ്ലിക്കേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ചതി അല്ലെങ്കിൽ ചീറ്റിംഗ്. ഒറിജിനൽ കാട്ടി ഡ്യൂപ്ലിക്കേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ സംശയമില്ലാതിരിക്കോ ചീറ്റിംഗ് അല്ലെങ്കിൽ ചതി. കപടാനുകരണം നടത്തുക എന്നൊരു വാക്കോർത്തോളൂ. ഞാൻ ഈ പറയുന്നതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ്. അതാണ് ബെയർ ആക്ടിലെ പദങ്ങളാണ്. കപടാനുകരണം നടത്തുക, വ്യാജന തരിക. കപടാനുകരണത്തെ പറ്റി പറയുന്ന ഒരു വകുപ്പുണ്ട് 2 Clause 4 കേട്ടോ. നിർവചനം 2 Clause 4 കപടാനുകരണം അല്ലെങ്കിൽ വ്യാജനം എന്ന് പറയുന്നത്. ഒറിജിനൽ കാട്ടി ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത് ചീറ്റിംഗ് ആണ്, വിശ്വാസലംഘനമല്ല. വിശ്വാസലംഘനമാകണമെങ്കിൽ നിങ്ങൾ ഒരാളെ ഒരു സാധനം ഏൽപ്പിച്ചിട്ട് തിരികെ തന്നില്ലെങ്കിൽ വിശ്വാസലംഘനം. പകരം ഇവിടെ നിങ്ങൾ പോയി സാധനം വാങ്ങുന്നുണ്ട്, ആൾ വിശ്വസിച്ച് അവർ നിങ്ങളെ വിളിച്ചു തന്നതല്ല, നിങ്ങൾ പോയി വാങ്ങി ചതിക്കപ്പെട്ടതാണ്. ഇനി 324 ദ്രോഹം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു നേട്ടവും വേണ്ട, പക്ഷേ നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾക്ക് ദോഷമുണ്ടാകണം, നഷ്ടമുണ്ടാകണം, നാശമുണ്ടാകണം എന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ അത് 324 പ്രകാരം എന്തായിട്ട് കണക്കാക്കാം? നമുക്ക് ദ്രോഹമായിട്ട് കണക്കാക്കാമടാ. അപ്പോൾ 318 എന്താണ്? 318 ചതിയെന്നും 324 ദ്രോഹമെന്നും സെറ്റാണ്. 324 ദ്രോഹത്തിന് ഉദാഹരണം പറയാം. ഒരാളുടെ വീട് അടിച്ചു പൊട്ടിക്കുക, ഒരാളുടെ വണ്ടിയുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുക, അതുപോലെ തന്നെ ഒരാളിൻ്റെ മോതിരം എടുത്ത് വെള്ളത്തിലെറിയുക, ഒരാളിൻ്റെ കൃഷിപ്പാടം നശിപ്പിക്കുക. ഇതൊക്കെ ദ്രോഹത്തിന് ഉദാഹരണമാണ്. ഇത് സെറ്റാണേ. അപ്പോൾ നമുക്ക് പഠിക്കാം. ചാപ്റ്റർ 17 എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുവിധം പറഞ്ഞു. മോഷണം, അപഹരണം, കവർച്ച, ദുർവിനിയോഗം, പിടിച്ചുപറി, വിശ്വാസലംഘനം, ചതി, ദ്രോഹം. സെറ്റാണേ. ഇനി ഭവനഭേദനം, ഭവന കയ്യേറ്റം കൂടെ പറഞ്ഞാൽ ഇതങ്ങ് കഴിഞ്ഞു. ഭവന കയ്യേറ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള തയ്യാറെടുപ്പിനെയാണ് കയ്യേറ്റമെന്നോ ആക്രമണമോ എന്ന് പറയുന്നത്. വീടിനകത്ത് കയറാൻ വേണ്ടി വാതിൽ അടിച്ചു പൊട്ടിക്കുന്നെങ്കിൽ ഇത് ഭവന കയ്യേറ്റം. വീടിനകത്ത് കയറിയാൽ ഭവനഭേദനം. വീടിലൊരു ദ്വാരമുണ്ടാക്കിയാൽ ഭവന കയ്യേറ്റം, അകത്ത് കയറിയാൽ ഭവനഭേദനം. സെറ്റാണോ? അടുത്തതിലേക്ക് പോകുന്നു. പോലീസ് കസ്റ്റഡിയിലെ പ്രതി കുറ്റസമ്മതം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇത് നമുക്ക് BNSS-ലുമുണ്ട്, BSI-ലുമുണ്ട്. ഭാരതീയ സാക്ഷ്യ അധീനിയം. ഭാരതീയ സാക്ഷ്യ അധീനത്തിൽ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന് മുമ്പ് ഇതിൻ്റെ ഓപ്ഷനൊക്കെ ഒന്ന് കണ്ടുവയ്ക്കാം അല്ലേ. ഒന്ന് നിങ്ങൾക്കുള്ള സമയമാണ്, ഞാൻ പറയുന്നതിലുള്ള നിങ്ങൾക്കുള്ള സമയം. കണ്ടോ, ഈ കുറ്റസമ്മതം ഒരു സാഹചര്യത്തിലും തെളിവായി സ്വീകാര്യമല്ല. ശരിയായതാണ് ചോദിച്ചത്.
മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന് മുൻപാകെയാണ് കുറ്റസമ്മതം നടത്തേണ്ടത്. കുറ്റസമ്മതം പോലീസ് നിർബന്ധമായും വീഡിയോ ചിത്രീകരിക്കണം. ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ അത് പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. നമുക്ക് നോക്കാം. BSA ഭാരതീയ സാക്ഷ്യ അധിനിയം, അതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി വന്ന നിയമമാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം. ഓക്കെ അല്ലേ? ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി വന്ന നിയമമാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം. അതിനകത്ത് നമുക്ക് എത്ര വകുപ്പുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വകുപ്പ്? 170 വകുപ്പാണ്. എത്ര ഭാഗങ്ങൾ? ഷെഡ്യൂളല്ല, ഭാഗം, പാർട്ട്, 4 പാർട്ടുണ്ട്. 4 പാർട്ട്. എത്ര അധ്യായങ്ങളുണ്ട്? 12 അധ്യായമുണ്ട്. അപ്പോൾ BSAയും നിലവിൽ വന്ന ഡേറ്റ് 2024 ജൂലൈ 1. ക്ലിയർ? അപ്പോൾ ഇത് ഏത് സെക്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് BSAക്കകത്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ആദ്യം നമുക്ക് കുറച്ച് ഡെഫിനിഷൻസിലേക്ക് പോയിട്ട് ഇതിലേക്ക് വരാം. പോയിക്കോട്ടെ ഞാൻ. ഓക്കെ. അപ്പോൾ ആദ്യം 2 ക്ലോസ് ഡിയിലേക്ക് വരുന്നു, 2 ക്ലോസ് ഇയിലേക്ക് വരുന്നു, 2 ക്ലോസ് എഫിലേക്ക് വരുന്നു, 2 ക്ലോസ് ജിയിലേക്ക് വരുന്നു, 2 ക്ലോസ് കെയിലേക്ക് വരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. DEFGK. ഓക്കെ. ആദ്യം D ഫോർ ഡോക്യുമെന്റ്. D ഫോർ ഡോക്യുമെന്റ് ആണ്. D ഫോർ ഡോക്യുമെന്റ്. E ഫോർ എവിഡൻസ്. F ഫോർ ഫാക്ട്സ്. G ഫോർ ഫാക്ട്സ് ഇൻ ഇഷ്യൂ. K ഫോർ റിലവൻറ്റ്. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ രേഖ. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ രേഖ എന്നാൽ എന്താണ് രേഖ? കോടതിയിൽ ഹാജരാക്കാവുന്ന എന്തും രേഖയാണ്. എന്തും അല്ലേ? അക്ഷരങ്ങളിലോ അക്കങ്ങളിലോ അടയാളങ്ങളിലോ വാക്കാൽ പറയുന്നതോ എല്ലാം രേഖ തന്നെയാണ് ഡോക്യുമെന്റ്. എന്താണ് എവിഡൻസ്? കോടതി ആവശ്യപ്പെടുമ്പോഴോ കോടതിയോട് അപേക്ഷിച്ചിട്ട് നേടുന്ന സമ്മതത്താലോ നൽകുന്ന ഏതൊരു ഡോക്യുമെന്റും എവിഡൻസ് ആണ്. F ഫോർ ഫാക്ട്. വസ്തുത. ഫാക്ട് എന്ന് പറഞ്ഞാൽ വസ്തുത. നമ്മൾ പറയുന്നു ലൈബ്രറിയിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്, അതൊരു വസ്തുതയാണ്. മഴ പെയ്യുമ്പോൾ വെള്ളം വരും, അത് വസ്തുതയാണ്. സൂര്യൻ ഉച്ചയാകുമ്പോൾ നല്ല ചൂടുണ്ടാകും, അതൊരു വസ്തുതയാണ്. ഭൂമി ഉരുണ്ടതാണ്, അതൊരു വസ്തുതയാണ്. അപ്പം ഇതൊക്കെ ഒരു വസ്തുതയാണ്. ഇനി ഫാക്ട്സ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വിവാദ വസ്തുത. ഈ വസ്തുതയ്ക്ക് വിരുദ്ധമായി ആരെങ്കിലും പറയുമ്പോഴാണ് അത് വിവാദ വസ്തുതയാകുന്നത്. അപ്പോഴാണ് കോടതിയുടെ ആവശ്യം വരുന്നത്. ഒരാൾ പറയുന്നത് മറ്റൊരാൾ അംഗീകരിക്കുന്നില്ല, അത് 2 ക്ലോസ് G. 2 ക്ലോസ് A പ്രസക്തം. അവസാനം കോടതി ഫൈനലി ഒരു ഡിസിഷനിലെത്തും, അതാണ് പ്രസക്തം എന്ന് പറയുന്നത്. ഓക്കെ. പ്രസക്തമുണ്ട്, അപ്രസക്തമുണ്ട്, ഇതാണ് പ്രസക്തം. അപ്പം ഇത്രയും നിങ്ങൾ ഡെഫിനേഷൻസിലുള്ളതാണ്. പിന്നെ നമുക്ക് BSAയിൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാവുന്ന 2 സെക്ഷനാണ് 22ഉം 23ഉം. 22 എന്ന് പറഞ്ഞാൽ എന്താണ് 22? നമുക്കറിയാം മജിസ്ട്രേറ്റിനോട് നടത്തുന്ന കുറ്റസമ്മതം. 23 പോലീസിനോട് നടത്തുന്ന കുറ്റസമ്മതം. ഏതൊരു വ്യക്തിക്കും മജിസ്ട്രേറ്റിനോട് കുറ്റസമ്മതം നടത്താം, അത് സ്വീകാര്യമാണ്. പക്ഷേ അവിടെ ഭീഷണിയോ ഭയമോ പ്രലോഭനമോ വാഗ്ദാനമോ ഉണ്ടായിരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. മജിസ്ട്രേറ്റ് അയാളോട് വ്യക്തമായിട്ട് പറയുകയും ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ കുറ്റസമ്മതം നടത്തുന്നതെന്ന് വ്യക്തമായിട്ട് പറയുകയും ചെയ്യും 22-ൽ. എന്നാൽ 23-ലാണ് പോലീസിനോട് പറയുന്ന കുറ്റസമ്മതം. ആദ്യമായിട്ട് PSC നടത്തിയ പുതിയ നിയമത്തിലെ പരീക്ഷകളായിരുന്നു CPO, WCPO ഒക്കെ. അതിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ ആ ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഹൈ ലെവൽ അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം സെയിം സിലബസ് ആണ്. അപ്പോൾ അഡ്വാൻസ് ലെവലായിട്ടാണ് നമ്മൾ പറയുന്നത്. രണ്ടിനും സെയിം സിലബസ് ആണെങ്കിലും അഡ്വാൻസ് ലെവലായിട്ട് നമുക്ക് എന്തൊക്കെ ചോദിക്കുന്നു കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ അവിടെ 22ഉം 23ഉം. അപ്പോൾ എന്താണ് 23? പോലീസിനോട് പറയുന്ന കുറ്റസമ്മതം ഒരു കാരണവശാലും സ്വീകാര്യമല്ല എന്ന് നിങ്ങൾ അറിയുക. സ്വീകാര്യമല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് ചിലപ്പോൾ, അതാണ് പറഞ്ഞത്, ഏത് ഉയർന്ന ഉദ്യോഗസ്ഥനോടായാലും പോലീസിനോട് പറയുന്ന കുറ്റസമ്മതം സ്വീകാര്യമല്ല. സെറ്റാണോ? സ്വീകാര്യമല്ല. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞത്. കണ്ടോ, ഈ കുറ്റസമ്മതം ഒരു സാഹചര്യത്തിലും തെളിവായി സ്വീകാര്യമല്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. കാരണം ഈ പോലീസിനോട് പറയുന്ന കുറ്റസമ്മതം സ്വീകാര്യമാണ് ഇപ്പോൾ തെളിവ് കിട്ടിയാൽ. ഒരാൾ കുത്തിയ കത്തിയും കൊണ്ടുവരികയാണെങ്കിൽ തെളിവാണ്. അതുപോലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന് മുൻപാകെയാണ് കുറ്റസമ്മതം നടത്തേണ്ടത്. അല്ല, മുതിർന്ന പോലീസായാലും താഴ്ന്ന പോലീസായാലും പോലീസിനോട് കുറ്റസമ്മതം നടത്താൻ പാടില്ല. കുറ്റസമ്മതം പോലീസ് നിർബന്ധമായും വീഡിയോ ചിത്രീകരിക്കണം. പോലീസിന് കുറ്റസമ്മതം കേൾക്കാനേ അവകാശമില്ല, പിന്നെയല്ലേ വീഡിയോ ചിത്രീകരിക്കേണ്ടത്.
പക്ഷേ ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചേ, ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ അത് പ്രതിക്കെതിരെ തെളിവായി തെളിയിക്കാവുന്നതാണ്. കണ്ടോ, മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ അത് തെളിയിക്കാം എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. 22ഉം 23ഉം നല്ലവണ്ണം മനസ്സിലാക്കുക, കുറ്റസമ്മതമെന്ന് ഓർമ്മിക്കുക. സെറ്റാണേ. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു അധ്യായവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു അധ്യായം BNSSലെ ഏത് അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തലിനെ കുറിച്ച് വിശദീകരിക്കുന്നത്? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ചാപ്റ്ററുകളെ പറ്റി ഞാനിപ്പോൾ പറഞ്ഞില്ലേ, അറസ്റ്റുമായി ബന്ധപ്പെട്ട അധ്യായം ഏതാ? 5. ഓക്കെ, എന്നിട്ട് നോക്കിയേ, ഇവിടെ ഈ ഒറ്റ വാക്കാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തലിനെ ട്രാങ്ക്വിലിറ്റി എന്ന് പറയും. ട്രാങ്ക്വിലിറ്റി, ആ ഒരു വാക്ക് നിങ്ങൾ എവിടെ കണ്ടാലും ചാപ്റ്റർ BNSൽ ചോദിച്ചാലും രണ്ടും ആൻസർ 11 എന്ന് നിങ്ങൾ എഴുതിക്കോളൂ. ട്രാങ്ക്വിലിറ്റിയുമായി ബന്ധപ്പെട്ട് പൊതുശാന്തതയ്ക്കെതിരായുള്ള കുറ്റങ്ങളെ പറ്റി ചോദിച്ചാൽ നിങ്ങൾ അധ്യായം 11 എന്ന് ധൈര്യമായിട്ട് എഴുതിക്കോളൂ. സെറ്റാണോ? സെറ്റ്. ഭാരതീയ സാക്ഷ്യ അധിനിയം പ്രകാരം കാരിക്കേച്ചർ എന്താണ്? അപ്പോൾ ഭാരതീയ സാക്ഷ്യ അധിനിയം പ്രകാരം കാരിക്കേച്ചർ എന്താണ്? സിമ്പിളായിട്ട് പറയാം. അതാണ്ടോ, രേഖയല്ല, അഭിപ്രായമാണ്, പ്രമാണമാണ് എന്നൊക്കെ ചോദിച്ചാൽ കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഹാസ്യചിത്രം ഒരു രേഖയാണ്. 2 ക്ലോസ് ഡിയിൽ നിങ്ങൾ നല്ല വ്യക്തമായിട്ട് 2 ക്ലോസ് ഡിയിൽ ഒന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് എഴുതിയിട്ടുണ്ട് 2 ക്ലോസ് ഡി എന്താണ്? കാരിക്കേച്ചർ ഒരു രേഖയാണെന്ന് സെറ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ ആണോടാ? ക്ലിയർ. അടുത്തേക്ക് പോയിക്കോട്ടെ. ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരു 2-3 പേജിലുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യം ഒന്ന് പറയാം. ഒരു ഗ്രാമത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയോ താഴെ പറയുന്ന ചില വസ്തുതകളെ പറ്റി അറിയിക്കേണ്ടതാണ്. ആ വസ്തുതകൾ ശരിയോ തെറ്റോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യം ഞാൻ പറയാം, ഈ സെക്ഷൻ 34 ആണ്. BNSSലെ 34 ചാപ്റ്റർ 4 BNSSലെ ചാപ്റ്റർ 4 30 മുതൽ 34 വരെ നിങ്ങൾ പഠിക്കണം. ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് എടുത്തു വെച്ച് വായിക്കണം. അവിടെ പോലീസിനെയും മജിസ്ട്രേറ്റിനെയും പൊതുജനങ്ങൾ എങ്ങനെ എപ്പോഴൊക്കെ സഹായിക്കണമെന്നാണ് 30 മുതൽ 34 വരെ പറയുന്നത്. അതിനകത്ത് 34ാമത്തെ സെക്ഷൻ ആണ് ഇത് പറയുന്നത്. നോക്കാം 34ാം സെക്ഷൻ എന്താണെന്ന്. മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന കുപ്രസിദ്ധ വ്യക്തിയുടെ ഗ്രാമത്തിനകത്തോ അടുത്തോ ഉള്ള സ്ഥിരമോ താൽക്കാലികമോ ആയ താമസ സ്ഥലം ഉണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നാണ്. അപ്പൊ ഗ്രാമത്തിന്റെ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണമെന്നാണ്? ആ ഗ്രാമത്തിൽ ഏതെങ്കിലും കുപ്രസിദ്ധ വ്യക്തിയുടെ താമസമോ അല്ലെങ്കിൽ താൽക്കാലികമായ ഏതെങ്കിലും താമസമോ ഉണ്ടെങ്കിൽ അറിയിച്ചിരിക്കണം. അതുപോലെ ഗ്രാമത്തിലോ സമീപത്തോ പെട്ടെന്നുള്ളതോ അസ്വാഭാവികമായതായ മരണം സംഭവിക്കുകയോ സംശയാസ്പദമായ സാഹചര്യത്തിൽ എന്തെങ്കിലും ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അതും അറിയിക്കണമെന്നാണ്. കൃത്യമായിട്ട് അറിയിക്കണം. ഇത് രണ്ടും ഒരാളിൻ്റെ ജോലിയല്ലേ? അപ്പൊ രണ്ടും ശരിയല്ലേടാ? അപ്പൊ ആൻസർ ഏതാണ്? എക്സും ഒയും. ഗ്രാമത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചാൽ ആ ഗ്രാമത്തിലെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു അംഗം എന്ന നിലയിൽ നമുക്ക് പറയാം. ഇതാണ് സെക്ഷൻ 34 വ്യക്തമായിട്ട് പറയുന്നത്. BNSSലെ 34 30 മുതൽ 34 പറയുന്നത് തന്നെയാണ്. ഏത് കുറ്റകൃത്യങ്ങൾ നടന്നാലും പോലീസിനെയും മജിസ്ട്രേറ്റിനെയും ജനങ്ങൾ സഹായിക്കണമെന്ന് കൂടെ പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ചാപ്റ്റർ 4. ക്ലിയർ ആണേ? അടുത്ത സെക്ഷനിലേക്ക് പോട്ടെ. വിനു കാരണം അരുൺ ഒരു കെട്ടിടത്തിനുള്ളിൽ എത്തുകയും അരുണിന് യാതൊരു വിധത്തിലും പുറത്തു കടക്കാനാവാത്ത വിധത്തിൽ കെട്ടിടം പൂട്ടുകയും ചെയ്യുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ വിനു തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇത് ഏത് ചാപ്റ്റർ? അത് ആദ്യം അറിയണം. BNSലെ ക്വസ്റ്റ്യനാണ്. BNSലെ ഏത് ചാപ്റ്റർ എന്ന് ആദ്യം പഠിക്കണം. ചാപ്റ്റർ 6 ആണ് മനുഷ്യ ശരീരത്തിനെതിരെയുള്ള കുറ്റങ്ങൾ. ഇതിനകത്ത് ഏത് സെക്ഷനാണ് എന്ന് ചോദിച്ചാൽ 127 എന്ന് പഠിക്കണം. ആദ്യം നമുക്ക് നോക്കാം എന്താണ് 127 എന്ന് പഠിക്കും മുമ്പ് എന്താണ് 126. രണ്ടും നല്ല സെറ്റായിട്ട് പഠിക്കുന്നു നമ്മൾ. ഓക്കെ, നിങ്ങൾക്കുള്ള ഓരോ മാർക്കുകളാണ് 126ഉം 127ഉം. 126 എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യായമായ തടസ്സപ്പെടുത്തൽ. 127 തടങ്കലിൽ വയ്ക്കൽ.
തടസ്സപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ഒരു നിശ്ചിത പാതയിലേക്ക് പോകുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നു, അയാളുടെ വഴിയിലേക്ക് പോകാൻ പറ്റാതെ ബ്ലോക്ക് ചെയ്യുന്നു. എന്നാൽ തടങ്കലിൽ വെക്കാവുന്ന ഒരു വ്യക്തിയെ പൂട്ടിയിടുന്നു, അല്ലെങ്കിൽ ഒരു പരിമിതി ഒരു മുറിക്കകത്ത് പൂട്ടിയിടുന്നു, അല്ലെങ്കിൽ പോകാൻ അനുവദിക്കാതെ ഏതെങ്കിലും ബ്ലോക്ക് ചെയ്യുന്നു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം. മറ്റത് വഴി തടയുന്നു, ഇത് പൂട്ടിയിടുന്നു. ഇതിൽ വലുതേതാണ്? 127 ഇവിടെ അതല്ലേ ചെയ്തിരിക്കുന്നത്, പുറത്ത് കിടക്കാനാവാത്ത വിധത്തിൽ കെട്ടിടം പൂട്ടുകയും ചെയ്യുന്നുവെങ്കിൽ. അപ്പോൾ 127 ആൻസർ എന്താണ്? അന്യായമായ തടങ്കലിൽ വെക്കുക. പക്ഷെ ഓപ്ഷൻ ഇതുണ്ടോ എന്ന് നോക്കണേ. നോക്കാം. വിനു അരുണിനെ അന്യായമായി തടസ്സപ്പെടുത്തുന്നു അല്ല. കാരണം എന്താണ്? അത് 126 ബ്ലോക്ക് അല്ലേ, തടസ്സപ്പെടുത്തുന്നു. വിനു അരുണിനെ അന്യായമായി തടഞ്ഞു വെക്കുന്നു, അത് ശരി തന്നെയാണ്. വിനു അരുണിനെ യാത്ര പരിമിതപ്പെടുത്തുന്നു, ഒരു വാക്ക് വന്നു. വിനു അരുണിനെ നിയന്ത്രണപ്പെടുത്തുന്നു. ഈ രണ്ട് വാക്ക് നമുക്കൊന്ന് നോക്കാം. ഈ പറയുന്ന തടസ്സപ്പെടുത്തുക എന്ന വാക്കിന്റെ മറ്റൊരു വാക്കാണടാ എന്ത്? നിയന്ത്രണപ്പെടുത്തുക. ഇനി തടങ്കലിൽ വെക്കുക എന്ന വാക്കിന്റെ മറ്റൊരു വാക്കാണടാ പരിമിതപ്പെടുത്തുക. അപ്പോൾ വിനു അരുണിനെ പരിമിതപ്പെടുത്തിയില്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ ഇതിൽ ഏതൊക്കെ ശരി എന്ന് പറഞ്ഞത് കേട്ടോ, അതിൻ്റെ ഓപ്ഷൻ പോയി. ഓക്കെ, നമുക്ക് ഏതൊക്കെ ശരിയെന്ന് നോക്കാം. ഇത് രണ്ടുമാണ് ശരി. ഏതൊക്കെയാണ്? 1ഉം 3ഉം ശരി, 2ഉം 4ഉം തെറ്റ്. 1ഉം 3ഉം ശരി, 2ഉം 4ഉം തെറ്റെന്ന് പറഞ്ഞൂടെ? അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, BNS-ൽ ഒരാളെ വഴി തടസ്സപ്പെടുത്തിയാൽ അതിനെ നിയന്ത്രണപ്പെടുത്തുക എന്ന വാക്ക് പഠിക്കണം. ഒരാളെ പൂട്ടിയിട്ടാൽ പരിമിതപ്പെടുത്തുക എന്ന വാക്ക് പഠിക്കണം. ഇവിടെ രണ്ട് വാക്ക് വരുന്നു, തടസ്സപ്പെടുത്തുക അല്ല, തടഞ്ഞു വയ്ക്കുക വരുന്നു, പരിമിതപ്പെടുത്തുക വരുന്നു. ഇത് രണ്ടും വരണമെങ്കിൽ ആൻസർ 126 ആകും. ഇത് ക്ലിയർ ആണോ? ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. ആശ തൻ്റെ സുഹൃത്തായ ദിവ്യയുടെ മൊബൈൽ ഫോൺ തൻ്റേതാണെന്ന ധാരണയിൽ ദിവ്യയുടെ കൈവശത്ത് നിന്ന് എടുക്കുകയും എന്നാൽ അത് തൻ്റേതല്ല എന്ന ബോധ്യത്തോടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. കണ്ടോ, ഞാൻ ഈ ക്വസ്റ്റ്യൻ എവിടെയോ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ആൻസർ ഒന്ന് പറയടാ, ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞ എല്ലാവരും. കണ്ടോ, ഒരു മൊബൈൽ ഫോൺ എടുക്കുന്നു, പക്ഷെ തൻ്റേതാണെന്ന ധാരണയിലാണ് എടുത്തത്. അതുകൊണ്ടത് മോഷണമല്ല. എടുത്തപ്പോഴേ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അത് മോഷണമായേനെ. പക്ഷേ എടുത്തപ്പോൾ ഉദ്ദേശമില്ല, അങ്ങനെ എടുത്തു. പക്ഷെ പിന്നെ എന്ത് സംഭവിച്ചു നോക്കാം. അപ്പോൾ അവിടെ നോക്കാം. എന്താണ്? മോഷണമാണോ? അല്ല. മോഷണമെന്ന് എഴുതരുത്, കാരണം എടുത്തപ്പോൾ ഉദ്ദേശമില്ല. കണ്ടോ, തൻ്റേതാണെന്ന് ധാരണയിൽ എടുത്തതാ, കുറ്റമല്ല. ഇനി ആശ കുറ്റകരമായ വിശ്വാസലംഘനമാണോ? അല്ല. കാരണം എന്താ? അവരേൽപ്പിച്ചതാണോ? അല്ല. ആശ നേരുകേടായ ദുർവിനിയോഗമല്ലേ? ആണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, നേരുകേടായ ദുർവിനിയോഗം. BNS-ലെ 314 നിങ്ങൾ സെറ്റായി വരുന്നില്ലേ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾ വെച്ചേ അവർ ചോദിക്കുള്ളൂ. നമുക്ക് ഈ മാർക്ക് നഷ്ടപ്പെടരുത്. ഓക്കെ, സെറ്റാണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. എക്സ് തൻ്റെ പ്രണയം നിരസിച്ചതിന് ഒയ്യുടെ മുഖത്തേക്ക് വീര്യം കൂടി ആസിഡ് എറിയുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുന്നു. നമ്മൾ പഠിച്ചു സെക്ഷൻ ഏതാണ്? 124 ആസിഡ് ആക്രമണം 124. അതിൽ 1 അതിൻ്റെ ശിക്ഷ. അതിൻ്റെ ശ്രമം 124 2 അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്? എക്സിന് കുറഞ്ഞത് 5 വർഷം തടവ് ലഭിക്കുമോ? എക്സ് ഒയ്യോട് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. എക്സ് ഒയ്യോട് സ്വേച്ഛയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? 5 വർഷം അല്ലല്ലോ കുറഞ്ഞത് കിട്ടുന്നത്. അത് എന്താണ്? ശ്രമിച്ചാലാണ് 5 കിട്ടുന്നത്, അല്ലാതെ 10 അപ്പോൾ ഇത് തെറ്റാണ്. എക്സ് ഒയ്യോട് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു, ശരി തന്നെയാണ്. എക്സ് ഒയ്യോട് സ്വേച്ഛയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ഇതിൽ കറക്റ്റാ പറഞ്ഞാൽ ആൻസർ 3 എടുക്കാം നമുക്ക്. ഏതാണ്? ഓപ്ഷൻ 3. ക്ലിയർ ആണേ? ഓപ്ഷൻ 3 എന്താണ്? സ്വേച്ഛ എന്ന് പറഞ്ഞാൽ അറിയാതെ കഠിന ദേഹോപദ്രവം ഏൽപ്പിച്ചല്ലോ, സ്വേച്ഛയായി എടുത്ത് ഒഴിച്ചല്ലേ, അറിഞ്ഞുകൊണ്ട് എടുത്തതല്ലേ, മനഃപൂർവ്വം ഒഴിച്ചതല്ലേ. ഇതാണ് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ആൻസർ. എക്സ് ഒയ്യോട് സ്വേച്ഛയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. സെറ്റാണേ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ വളരെ എളുപ്പത്തിന് പോകാൻ സാധിച്ചത്. കണ്ടന്റുകൾക്കിടെ കിട്ടുന്നില്ലേ, ക്വസ്റ്റ്യൻ മാത്രമായിട്ടല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിൽ ഇവിടെ ഈ പ്രസ്താവന ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഈ പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. എന്താണ്? ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിൽ ജംഗമ വസ്തുക്കൾ മാത്രമേ ഉൾപ്പെടൂ. ഭയപ്പെടുത്തിയുള്ള അപഹരണം എവിടെയാ പഠിച്ചേ? 308. ഭയപ്പെടുത്തി അപഹരിക്കുമ്പോൾ പേടിപ്പിക്കല്ലേ, ഫോണിലൂടെ വിളിച്ച് എനിക്ക് നിന്റെ വസ്തു തരണം, അത് തരണം, ഇത് തരണം, എന്തു എഴുതി വാങ്ങാം. അവിടെ മൂവബിൾ ആയാലും ഇമ്മൂവബിൾ ആയാലും ഓക്കെ. അപ്പോൾ 308 ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിൽ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉൾപ്പെടും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഭയപ്പെടുത്തിയുള്ള അപഹരണത്തെ കുറിച്ച് പറയുന്നത് 308 അല്ലേ? എഴുതിയിരിക്കുന്നില്ലേ? ശരിയല്ലേടാ? ശരി. സ്ഥാവര ജംഗമ വസ്തുക്കൾ ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിലൂടെ ഒരാൾക്ക് സ്വന്തമാക്കാം, ശരി.
ഈ പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. 2, 3 ശരി എന്നുള്ള ഓപ്ഷൻ എഴുതൂ. 2, 3 ശരി. സിമ്പിളായിട്ട് എഴുതിയില്ലേ സെറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. എ എന്ന സർജൻ സതുദ്ദേശത്തോട് തന്റെ രോഗിയോട് പറഞ്ഞു, താങ്കൾ ഇനി ജീവിച്ചിരിക്കുവാനുള്ള സാധ്യത കുറവാണ്. രോഗി ആ ഞെട്ടലിൽ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത് എവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്? ഇവിടെ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് നോക്കണം. അതിനു മുമ്പ് നമുക്ക് ആദ്യം നോക്കാനുള്ളത് BNSലെ ചാപ്റ്റർ 3 ഞാൻ പറയുന്നത്. BNSലെ ചാപ്റ്റർ 3 ചാപ്റ്റർ 3. എന്താണ് ചാപ്റ്റർ 3 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറൽ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കലുകൾ അല്ലെങ്കിൽ സാമാന്യമായ അപവാദങ്ങൾ, അതായത് ശിക്ഷയില്ലാത്ത കണ്ടീഷൻസ് ആണ്. നമ്മൾ 14 മുതൽ 44 വരെ അതിനകത്ത് പഠിക്കും. അതിനകത്ത് ചെയ്യുന്നതൊന്നും എന്തല്ല, ശിക്ഷാർഹമല്ല എന്ന് പറയുന്ന കണ്ടീഷൻ. അതിനകത്തൊരു ഡോക്ടർ നല്ല ഉദ്ദേശത്തോടെ രോഗിയോട് പറയുന്നു, നിങ്ങൾ ഇനി അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, കുറ്റമല്ല. കാരണം നല്ല ഉദ്ദേശത്തോടെയല്ലേ. അതാണ് എ തെറ്റുകാരനാണോ? അല്ല, ഡോക്ടർ തെറ്റുകാരനല്ല. ബി തെറ്റുകാരനല്ല, കാരണം അദ്ദേഹം തൻ്റെ കടമ ശരിയായ വിധം ചെയ്തു എന്നാണ് ശരി ഉത്തരം. എ തെറ്റുകാരനല്ല, കാരണം അദ്ദേഹം രോഗിക്ക് യാതൊരുവിധ തെറ്റായ പ്രതീക്ഷകൾ നൽകിയില്ല, അതും ശരി. ആൻസർ ബി ആൻഡ് സി ശരി എന്നാണ്. അപ്പോൾ ഡോക്ടറിന്റെ കടമ നിർവഹിച്ചു. അതുപോലെ നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് 34 മുതൽ 44 വരെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വയരക്ഷാവകാശം അല്ലെങ്കിൽ സെൽഫ് ഡിഫൻസ്. സ്വയരക്ഷാവകാശത്തിന്റെ പ്രയോഗത്തിൽ ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല. സ്വയരക്ഷാവകാശത്തിന്റെ പ്രയോഗത്തിൽ ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല. സ്വയരക്ഷാവകാശത്തിന്റെ പ്രയോഗത്തിൽ ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല. സെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. 34. സ്വയരക്ഷാവകാശം 2 വിധത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, നമ്മുടെ ശരീരത്തിനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ നമുക്ക് സ്വയരക്ഷാവകാശം ഉപയോഗിക്കാം. നമ്മുടെ വസ്തുവിനെ ആരെങ്കിലും എടുക്കാൻ വന്നാൽ നമുക്ക് സ്വയരക്ഷാവകാശം ഉപയോഗിക്കാം. സെറ്റാണ്. അത് 35 വരുന്നു. എന്തിനേറെ പറയുന്നു? 36 പറയുന്നു സ്വയരക്ഷാവകാശം ഒരു ചിത്തഭ്രമമുള്ള വ്യക്തിക്കെതിരെയും ഉപയോഗിക്കാം. സാധാരണ ചിത്തഭ്രമം എന്ന് പറഞ്ഞാൽ മാനസിക വെല്ലുവിളിയുള്ള വ്യക്തിയാണ്. അയാൾക്കെതിരെ പോലും നമുക്ക് എന്തുപയോഗിക്കാം? സ്വയരക്ഷാവകാശം പ്രയോഗിക്കാമടാ. സ്വയരക്ഷാവകാശം പ്രയോഗിക്കാം. കാരണം എന്താ, നമ്മുടെ ശരീരമാണ് നമുക്ക് വലുത്. ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കാമെന്ന് നമുക്ക് പ്രയോഗിക്കാം. ഇനി 37 വളരെ ശ്രദ്ധിക്കുക. 37 സ്വയരക്ഷാവകാശം എപ്പോഴൊക്കെ പ്രയോഗിക്കുവാൻ പാടില്ല. സ്വയരക്ഷാവകാശം എപ്പോഴൊക്കെ പ്രയോഗിക്കുവാൻ പാടില്ല എന്ന് ചോദിച്ചാൽ, ഒന്ന്, പബ്ലിക് സർവന്റിനെതിരെ അയാളുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ സ്വയരക്ഷാവകാശം പ്രയോഗിക്കുവാൻ പാടില്ല. 2, പബ്ലിക് സർവന്റിന്റെ നിർദ്ദേശത്തിന്മേലുള്ള വ്യക്തിയോടും, ജോലി ചെയ്യാൻ വരുന്ന വ്യക്തിയില്ലേ, പബ്ലിക് സർവന്റ് നിർദ്ദേശത്തോടു കൂടി വരുന്ന വ്യക്തി, അവർക്കെതിരെയും സ്വയരക്ഷാവകാശം പ്രയോഗിക്കരുത്. 3, പൊതു അധികാര സ്ഥാനങ്ങളെ സംരക്ഷണത്തിനായിട്ട് സമീപിക്കുവാൻ സമയമുള്ള സംഗതികളിൽ സ്വയരക്ഷാവകാശമില്ല. പൊതു അധികാര സ്ഥാനങ്ങളെ എന്ന് പറഞ്ഞാൽ ആരാ? ഇപ്പൊ നമുക്ക് ഉദാഹരണം പോലീസിന്റെ അടുത്തോ കോടതിയുടെ അടുത്തോ നമ്മൾ നിൽക്കുകയാണ്. ആ സമയത്ത് നമുക്ക് സ്വയരക്ഷാവകാശം ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഈ 3 കണ്ടീഷൻ 37 പ്രകാരം ഓർത്തു വെച്ചോളൂ, ആവശ്യം വരും. ഇനി 38 മുതൽ പറയുന്നു, സ്വയരക്ഷാവകാശത്തിൽ വേണമെങ്കിൽ കൊല്ലാം, ചില സന്ദർഭങ്ങളിൽ കൊല്ലാം. കവർച്ച, ബലാത്സംഗം, പ്രകൃതി വിരുദ്ധ പീഡനം, നമ്മളെ കൊല്ലാൻ വരുമ്പോഴോ, കഠിന ദേഹോദ്രേൽപ്പിക്കാൻ വരുമ്പോഴോ, ആക്രമിക്കാൻ വരുമ്പോഴോ, തട്ടിക്കൊണ്ടുപോകാൻ വരുമ്പോഴോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒരാളെ കൊല്ലാം. പക്ഷേ നമ്മൾ പ്രയോഗിക്കുന്ന സ്വയരക്ഷാവകാശം എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ പ്രയോഗിക്കുന്നതിൽ കൂടുതൽ പ്രയോഗിക്കുവാൻ പാടില്ല എന്നുകൂടെ അറിയിക്കാം. നിങ്ങൾ നല്ലവണ്ണം വായിക്കണോടാ. എനിക്ക് പരിമിതികളുണ്ട്, ഇവിടെ പറയാൻ സമയപരിമിതികളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മാക്സിമം ഇതൊന്ന് നോക്കണം. സ്വയരക്ഷാവകാശം ഓക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഇസഡുമായി സൗഹൃദത്തിലുള്ള എ എന്നയാൾ ഇസഡിന്റെ അഭാവത്തിൽ ഇസഡിന്റെ ലൈബ്രറിയിൽ പോവുകയും അനുവാദമില്ലാതെ ഒരു പുസ്തകം എടുക്കുകയും ചെയ്യുന്നു. സ്വന്തം ലാഭത്തിനായ പുസ്തകം വിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇസഡിന്റെ സുഹൃത്തായ ഒരാൾ അവിടെ പോകുന്നു, ലൈബ്രറിയിൽ പോയി വായിക്കും. നമ്മൾ പറഞ്ഞല്ലോ, എടുക്കുമ്പോൾ അത് മോഷണമല്ല, വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചാൽ അത് മോഷണമാണ്. പക്ഷേ ഇസഡിന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത് മോഷണമല്ല. കാരണം ഇതാ ഇവിടെ നോക്കാം, മോഷണം നടത്തിയോ, വഞ്ചനയാണോ, കുറ്റകരമായ വിശ്വാസലംഘനമാണോ, കുറ്റകരമായ ദുരുപയോഗമാണ്. ആൻസർ നമുക്ക് ദുർവിനിയോഗമാണ് കൊടുക്കാൻ പറ്റുന്നത്. ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് എന്തുകൊണ്ട് ദുർവിനിയോഗം എന്ന് വെച്ചാൽ സുഹൃത്തിൻ്റെ അഭാവത്തിൽ. കാരണം സ്ഥിരമായിട്ട് വരുന്നൊരു വ്യക്തിയാണ്. അവിടെ സുഹൃത്തില്ലാത്തപ്പോൾ ഒരു ദിവസം പോയപ്പോൾ മറ്റാരും ഒന്നും പറഞ്ഞില്ല. കാരണം എന്താ, സ്ഥിരമായിട്ട് ഇയാൾ തന്നെയല്ലേ, അപ്പോൾ ഇയാൾ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ അവിടെ മോഷണമല്ല. പക്ഷേ ഇയാൾ എടുത്തുകൊണ്ട് പോയിട്ട് അതിനെ ദുരുപയോഗം ചെയ്തില്ല. ആ ബന്ധത്തെ ഇയാൾ ദുരുപയോഗം ചെയ്തതല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ദുർവിനിയോഗം ആൻസർ കൊടുത്തൂടെ. 314 കൊടുക്കാം. BNSലെ 314 നമുക്ക് കൊടുക്കാം.
ഒരാളുടെ കേൾവി ശക്തി ആക്രമണത്തിലൂടെ സ്ഥിരമായി ഇല്ലാതാക്കുന്നത് എന്തിന്റെ നിർവചനത്തിൽ പെടുന്നു? കേൾവി ശക്തി ഞാൻ പറഞ്ഞു, സ്ഥിരമായിട്ട് കേൾവി ശക്തി നശിച്ചാൽ കഠിനമായ ദേഹോപദ്രവമല്ലേ? അപ്പോൾ പ്രകോപനത്തിന്മേൽ മുറിവേൽപ്പിക്കുന്നു, കൊലപാതക ശ്രമം, കഠിനമായ ദേഹോപദ്രവം, വിഷവസ്തുക്കൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുന്നു. ഒന്നുമല്ല, ഒരാളിന്റെ കേൾവി ശക്തി ചുമ്മാ നശിപ്പിച്ചാൽ ആൻസർ എന്താണ്? കഠിനമായ ദേഹോപദ്രവമാണ്. 3 ശരിയെന്ന് ഓർക്കുക. വേറെ ഒരു വസ്തു ഉപയോഗിച്ചിട്ടില്ല, നേരെ ചെവി. കേൾവി ശക്തി എന്നേക്കുമായി നശിപ്പിച്ചാൽ അത് കഠിനമായ ദേഹോപദ്രവമാണ്. 116 വരുന്നു. BNSലെ 114 ദേഹോപദ്രവം, 114 കഠിനമായ ദേഹോപദ്രവം. തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ZXന്റെ ഉപേക്ഷാപൂർവമായ ഡ്രൈവിങ്ങിനാൽ ഒയ് മരണപ്പെടുകയും സംഭവത്തെ പറ്റി ഉടനെ തന്നെ പോലീസ് ഓഫീസറെയോ മജിസ്ട്രേറ്റിനെയോ റിപ്പോർട്ട് ചെയ്യാതെ X രക്ഷപ്പെട്ടാൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? അപ്പോൾ കണ്ടോ, എക്സിന്റെ ഉപേക്ഷാപൂർവമായ ഡ്രൈവിങ്ങിനാൽ ഒയ് മരണപ്പെടുകയും സംഭവത്തെ പറ്റി ഉടനടി തന്നെ പോലീസ് ഓഫീസറെയോ മജിസ്ട്രേറ്റിനെയോ റിപ്പോർട്ട് ചെയ്യാതെ രക്ഷപ്പെടുന്നു. ഇത് സെക്ഷൻ ഏതെന്ന് ആദ്യം ഞാൻ പറഞ്ഞു തരാടാ. 106 അതുപോലെ നിങ്ങൾ ഒരു സെക്ഷൻ കൂടെ നോക്കണം, 125 നോക്കണം. ഉപേക്ഷാപൂർവമോ സാഹസികപൂർവമോ ആയ പ്രവർത്തികളാണ് ഇതിൽ രണ്ടിലും പറയുന്നത്. ഈ പ്രവൃത്തി ചെയ്താൽ 125-ലും 3 മാസവും അല്ലേ 2500 രൂപ. ഈ പ്രവൃത്തിയിലൂടെ ഒരാൾക്ക് ദേഹോപദ്രവമേറ്റാൽ 6 മാസവും 5000 രൂപ. ഈ പ്രവൃത്തിയിലൂടെ ഒരാൾക്ക് കഠിന ദേഹോപദ്രവമേറ്റാൽ 3 വർഷവും 10000 രൂപ. എന്നാൽ ഈ പ്രവൃത്തിയിലൂടെ ഒരാൾ മരണപ്പെട്ടാൽ 5 വർഷവും പിഴയുമാണ്. 106 മരണപ്പെടുന്നത്. പക്ഷേ മരണപ്പെട്ടതൊക്കെ ഇവിടെ മരണപ്പെട്ട് ഇടിച്ചിട്ട് നിർത്താതെ പോയി കഴിഞ്ഞാൽ പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ അറിയിക്കാതെ, പോലീസ് ഓഫീസറെയോ മജിസ്ട്രേറ്റിനെയോ അറിയിക്കാതെ മുങ്ങിക്കഴിഞ്ഞാൽ എത്ര വർഷം കിട്ടുമെന്നോർക്കാം. സംശയമില്ലാതെ നമുക്ക് എഴുതാം, 10 വർഷം വരെ ആകാവുന്ന തടവും പിഴയുമാണ് ആരെ അറിയിക്കാതെ പോയാണ്. ഓക്കെയാണ്. 106 വകുപ്പ് പഠിച്ചോളണം. ഇനി സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ഇതാ ഇവിടെ കണ്ടോ, മുകളിൽ പറഞ്ഞ പ്രസ്താവന പരിശോധിച്ച് നമുക്ക് വരാം. സ്ത്രീധന മരണത്തിന് കാരണമാകുന്ന ഏതൊരാൾക്കും ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്നു. ശരിയോ തെറ്റോ? ശരിയാണ്. സ്ത്രീധന മരണപ്രകാരം പ്രതിപാദിക്കുന്ന വകുപ്പ് 80 ശരി തന്നെയാണ്. ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുന്ന കാലത്ത് വീണ്ടും വിവാഹം കഴിക്കുന്ന സാഹചര്യമാണെങ്കിൽ 80 എന്നാണ് പറയുന്നത്. 80 അല്ല, തെറ്റാണത്. ബൈഗാമി എന്ന് പറയും 82. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ഭർത്താവോ ബന്ധുവോ അവളെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് 85. അപ്പോൾ ഇതിൽ നമുക്ക് 1, 3, 4 ശരി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. 1, 2, 4 ശരി. അപ്പോൾ ഇതും ശരി തന്നെയാണ്. 85 അല്ലേ ക്രൂരത. അപ്പോൾ 1, 2, 4 ശരി എന്ന ഓപ്ഷനിലേക്ക് പോകാം നമുക്ക്. 1, 2, 4 ശരി. കാരണം എന്താ? കറക്റ്റ് അല്ലേ? സ്ത്രീധന മരണം 80. സ്ത്രീധന മരണത്തിൻ്റെ ശിക്ഷ 7 മുതൽ ജീവപര്യന്തമാണ്. 7 വർഷത്തിനകത്ത് വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനൊരു സ്ത്രീ മരണപ്പെടുകയും അസ്വാഭാവികമായി മരണപ്പെടുകയും അല്ലേ ഭർത്താവിൻ്റെ ബന്ധുക്കളോ ക്രൂരതയ്ക്ക് വിധേയമാക്കിയാൽ 80 പ്രകാരം സ്ത്രീധന മരണമായി കണക്കാക്കും. പിന്നെ ഇത് 82. ഇത് കറക്റ്റാണ്. അപ്പോൾ 1, 2, 4 ശരിയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ചാപ്റ്റർ ഏത് കണ്ടോ? ചാപ്റ്ററിലേക്ക് എത്തി കണ്ടോ? ചാപ്റ്റർ 5. നമ്മൾ BNSSലെ ചാപ്റ്റർ 5 അറസ്റ്റ് പഠിച്ചപ്പോൾ BNSലെ ചാപ്റ്റർ 5 ഏതാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമം. സെറ്റാണേ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമം 63 മുതൽ 99 വരെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ബലാത്സംഗം ഉൾപ്പെടും, പീഡനം ഉൾപ്പെടും, സ്ത്രീധന മരണം, ബൈഗാമി ഒക്കെ വരാം, ഗർഭചിത്രം ഒക്കെ ഇതിനകത്താണ് വരുന്നത്. പഠിക്കണം. അടുത്തത് അപ്പോൾ ആൻസർ എഴുതി. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ഈ 3 മൊഡ്യൂളിൽ നിന്ന് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. FIRുമായി ബന്ധപ്പെട്ട വകുപ്പ് നിങ്ങളോട് BNSൽ നിന്ന് ചോദിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് എഴുതുക 173 ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ഓക്കെയാണേ. ക്ലാസ് മനസ്സിലായോ? ഇനിയും ക്ലാസ്സുകൾ ആവശ്യമുണ്ടോ? നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? താഴെ പറയുക. നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ് മാക്സിമം തരാൻ തന്നെയാണ് നോക്കുന്നത്. എൻ്റെ പരമാവധി ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.